പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ആരാധനാ സമയത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ബഥൽ ഗോസ്പൽ ചർച്ചിൻ്റെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന ചിതിൻ വെള്ളക്കോട്ട് സ്ഥലത്തില്ലെങ്കിലും കർത്താവിന്റെ ദാസന് എൻ്റെ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. അതുപോലെ ഈ ദൈവസഭയ്ക്ക് ശക്തമായ നിലയിൽ നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ സജി എബ്രഹാമിനെയും കുടുംബത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ കുവൈറ്റിൻ്റെ മണ്ണിൽ വിവിധ ഇടങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ആരാധനയിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന സ്നേഹിതൻ ബ്രദർ ലിറ്റോയും കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് പകൽ ഇവിടെ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത പ്രിയ സാറ മോളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനേക യുവതലമുറകൾ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. യോഹന്നാൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്നുള്ളതിൽ അധികമായി വലിയ സന്തോഷം എനിക്കില്ല. യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങളെ ഹോബിയെ സേവിക്കും. ഈ കുവൈറ്റിൻ്റെ മണ്ണിൽ കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും പ്രിയ മോനെയൊക്കെ അനുഗ്രഹിക്കപ്പെട്ട കീബോർഡിസ്റ്റ് ദൈവം നിലനിർത്തിയിരിക്കുന്നു. പ്രിയ സാറാമോടെ മേൽ ദൈവം ഒരു അനോയിൻറ്റിങ് പകർന്നിട്ടുണ്ട്. ഗായകർ ഒത്തിരി ഉണ്ട്, പക്ഷേ അനോയിൻറ്റഡ് ഗായകർ കുറവാണ്. പക്ഷേ ആ കുഞ്ഞിൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ലോകവ്യാപകമായി അനേകരെ ക്രിസ്തുവിലേക്ക് നയിപ്പാൻ കാരണമാക്കി തീർക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ നാട്ടിൽ വരുമ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു ഗാനം പാടിക്കുന്നതായിരിക്കുമെന്ന് ഓഫർ ചെയ്യുന്നു. നാട്ടിൽ വരുമ്പോൾ എന്നെ വിളിക്കണം. ആ മകളുടെ പാട്ടൊക്കെ എനിക്ക് കേൾപ്പാൻ ഇടയായി തീർന്നിട്ടുണ്ട്. വളരെ നന്നായി അത് ആത്മനിർവിൽ പാടുന്ന കുഞ്ഞിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകരാജ്യങ്ങളിൽ കർത്താവ് എടുത്ത് ഉപയോഗിക്കാനായി കണ്ടൊരു വ്യക്തിയാണ്. അതിനായി ദൈവസഭ പ്രാർത്ഥിക്കണം. കർത്താവ് കുഞ്ഞിനെ ഉപയോഗിക്കും, ഞാനത് വിശ്വസിക്കുന്നു. ഈ ദൈവസഭയിലുള്ള എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും വളരെ ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ലഭിച്ച നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കിങ്ങനെ മീറ്റിംഗ് ക്രമീകരിക്കപ്പെട്ടത് എൻ്റെ കസിൻ ബ്രദറായ പ്രിയ സൂരജ് വാഴമുട്ടത്തിലൂടെയാണ്. അതുപോലെ പ്രിയ ലിറ്റോ ബ്രദർ ഒക്കെ ഈ മീറ്റിങ്ങിൻ്റെ ക്രമീകരണത്തിനായി എനിക്ക് വേണ്ടി ദൈവസഭയോട് സംസാരിപ്പാൻ ഇടയായി തീർന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി കുവൈറ്റിൻ്റെ മണ്ണിൽ ഞാനായിരിക്കുന്നു. 23-ാം തീയതി മടങ്ങി വീണ്ടും പോകുവാനായി ദൈവകൃപയിൽ ശരണപ്പെടുന്നു. അധികം സമയം എൻ്റെ മുൻപിലില്ല. എന്നെ ഞാൻ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വചനത്തിലേക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് ജെയിംസ് ജോൺ, ജെയിംസ് പി ജോൺ എന്നാണ് ഒഫീഷ്യൽ നെയിം. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ജെയിംസ് ജോൺ തോന്നിയാമല എന്നറിയപ്പെടും. തോന്നിയാമല എന്ന് പറഞ്ഞപ്പോഴേ ചിലരൊക്കെ ചിരിക്കുന്നു. ചിലർ നേരിട്ട് ചോദിക്കാറുണ്ട്, തോന്നിയാമലക്കാരൊക്കെ തോന്നിയവാസികളാണോ എന്ന്. തോന്നിയവാസികളാണോ എന്ന് ചോദിക്കും. ചിലർ ചോദിക്കും, തോന്നിയ പോലെ ജീവിക്കുന്നവരാണോ? ഞങ്ങൾക്കൊരു കാര്യം പറയാൻ കഴിയും, ഞങ്ങൾ വെറും തോന്നിയാമലക്കാരല്ല. ഞാൻ മിക്കയിടത്തും പറയുന്ന കാര്യമാണ്, ദൈവത്തിന് കൃപ തോന്നിയ മലക്കാരൻ. പറയാൻ കാര്യം, 125-ലധികം ശക്തന്മാരായ ദൈവഭൃത്യന്മാർ തോന്നിയാമലയുടെ മണ്ണിൽ നിന്നും ഈ സത്യവേദ പുസ്തകവുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിനെ അതെ സാക്ഷിക്കുവാൻ തോന്നിയാമലയുടെ മണ്ണിന് ദൈവം കൃപ കൊടുത്തു. അതേ തോന്നിയാമല ഗ്രാമത്തിൽ എനിക്ക് ജനിച്ചു വളർത്തപ്പെടുവാൻ ഇടയായി തീർന്നു. ഇപ്പോൾ ഞാൻ കുമ്പനാടിനടുത്താണ് താമസിക്കുന്നതെങ്കിൽ ഞാൻ തോന്നിയാമല സ്വദേശിയാണ്. 7 മക്കളിൽ 5-ാമനായി ഞാൻ ജനിച്ചു. ഞങ്ങളുടെ ഭവനത്തിൽ 4 പേർ പൂർണ്ണസമയം കർത്താവിന്റെ മഹത്വമുള്ള വേലയുടെ ബന്ധത്തിലായിരിക്കുന്നു. ഞങ്ങളൊക്കെ മറ്റ് തൊഴിലൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല കർത്താവിന്റെ വേല തിരഞ്ഞെടുത്തത്. അത്യാവശ്യം ജോലിയൊക്കെ ചെയ്ത് ഗൾഫ് നാടുകളിലൊക്കെ ആയിരുന്നു. കർത്താവിന്റെ ദാസോടെ പറഞ്ഞു, 93 മുതൽ 2003 വരെ ദുബായിൽ ജോലിയുള്ള ബന്ധത്തിലായിരിക്കുമ്പോഴാണ് കർത്താവ് തന്റെ ശക്തമായ വേലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചത്. എനിക്ക് മുൻപേ എൻ്റെ മൂത്ത സഹോദരനും ദുബായിൽ ജോലി ചെയ്യുമ്പോൾ ബർഹാംപൂർ എന്നൊരു പട്ടണം ആത്മാവിൽ ദർശനമായി നൽകി. അങ്ങനെ ബർഹാംപൂർ പട്ടണം ഉള്ള ഓറീസ സ്റ്റേറ്റിലേക്ക് എൻ്റെ സഹോദരനെ എനിക്ക് മുൻപായി അയച്ചു. ഇവിടെ 2 പേരുമായി വേല ആരംഭിച്ചു. താൻ പോയി 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കടന്നുപോയത് കുടുംബമായി. ഞങ്ങൾ 6 വർഷം ഓറീസയിലായിരുന്നു. ഇപ്പോൾ 1500-ലധികം വിശ്വാസികളെ കൊണ്ട് ദൈവം ആ സഭയെ നിറച്ചു. ഒത്തിരി പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമുണ്ട്. എല്ലാം വിവരിപ്പാൻ എൻ്റെ മുൻപിൽ സമയമില്ല. ദൈവമക്കൾ അവിടെയുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവങ്ങൾ പറഞ്ഞാൽ, ഇന്ന് പകൽ നിങ്ങളുടെ മുൻപിൽ ഞാൻ നിൽക്കുന്ന ദൈവത്തിന്റെ കരുണയാണ്. ഞാൻ മണ്ണോട് മണ്ണ് ചേരേണ്ടവനാണ്. നിരവധി തവണ, 1 അല്ല 2 അല്ല, നിരവധി തവണ മരണത്തെ മുഖാമുഖമായി കണ്ടവനാണ് ഞാൻ. എല്ലാം എടുത്തു പറയുന്നില്ല. 2016-ൽ പത്തനംതിട്ട ഡിസ്ട്രിക്ട് കൺവെൻഷനിൽ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്കൊരു സിവിയർ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. എൻ്റെ ഹൃദയത്തിന്റെ പ്രധാന രക്തധമനികളിൽ 4 ബ്ലോക്കുകൾ ഉണ്ടായി. വേഗത്തിൽ എന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. തിരുവല്ലയിലുള്ള TMM ഹോസ്പിറ്റലിൽ എന്നെ ട്രീറ്റ് ചെയ്തു. എന്നെ അഡ്മിറ്റ് ചെയ്ത് 2-ാം ദിവസം ആൻജിയോഗ്രാം ചെയ്തപ്പോൾ 4 ബ്ലോക്കുകൾ ഉണ്ടെന്ന് ഡോക്ടേഴ്സ് കണ്ടു. അതിൽ 2 ബ്ലോക്കുകൾ റിമൂവ് ചെയ്തപ്പോൾ തന്നെ അതിഭയങ്കര ഷിവറിങ്ങും
ബ്ലീഡിങ്ങും ഉണ്ടായി. അടുത്തൊരു കാർഡിയാക് അറസ്റ്റിന്റെ ലെവലിലേക്ക് പോയി. ഡോക്ടേഴ്സ് ഭയപ്പെട്ടു. അവർ വേഗത്തിൽ എന്നെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പക്ഷേ ആ സമയത്തും ഞാൻ എൻ്റെ നെഞ്ചത്ത് കൈവച്ച ട്രോളിൽ കിടന്ന് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഈ അവസ്ഥയിലൂടെ നീ എന്നെ കടത്തിവിടുന്നതിനാൽ സ്തോത്രം. എത്ര പേർക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്? നന്മ ലഭിക്കുമ്പോൾ മാത്രമല്ല, അതേ കഷ്ടങ്ങളുടെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ഇല്ലായ്മയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ആഗ്രഹിച്ചതൊന്നും ലഭിച്ചില്ലെങ്കിൽ കർത്താവിന് സ്തോത്രം ചെയ്യാൻ പഠിക്കണം. അതാ പൗലോസ് പറയുന്നത്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവി. ആ സ്തോത്രത്തിനകത്താ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഇന്ന് രാത്രി ഈ പകൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർ ഒരുപക്ഷെ രോഗിയായിരിക്കാം, നാളുകൾ പ്രാർത്ഥിച്ചിട്ടും മാറാത്ത രോഗമുണ്ടായിരിക്കാം, ചിലർ ഭൗതിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം, തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരായിരിക്കാം. ആ അവസ്ഥ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് ഇന്ന് പകൽ സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നെങ്കിൽ അതിനകത്തും ചലിക്കുന്ന ദൈവശക്തി ഇന്ന് പകൽ വെളിപ്പെട്ടു വരികയും നാളുകളായി നിന്നെ മുന്നോട്ട് വിടാതെ പിശാച് ബന്ധിച്ചു വെച്ച ചില മേഖലകളിൽ ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ഇന്ന് പകൽ അതിനകത്ത് ദൈവത്തിന്റെ വിടുതലുകൾ കാണുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനം അധരങ്ങൾ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. വീണ്ടും 2 ദിവസത്തിന് ശേഷമാണ് എന്റെ ബാക്കി ഒരു ബ്ലോക്ക് കൂടെ റിമൂവ് ചെയ്തത്, സ്റ്റെന്റ് ഇട്ട്. ഇപ്പോഴും ഒരു ബ്ലോക്ക് എന്റെ ഹൃദയത്തിലുണ്ട്. ഉറക്കപ്പാടുകയോ പ്രസംഗിക്കുകയോ ചെയ്യില്ലെന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞെങ്കിലും ഞാൻ എന്റെ മുഴുവൻ ബലവും കർത്താവിന് കൊടുക്കും. വചനം പറയുന്നു, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, തകർത്ത ഇടിനാദം പോലെ, പുരുഷാരത്തിന്റെ ഘോഷം പോലെ നമ്മുടെ ദൈവത്തെ ആരാധിക്കണം. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിപ്പാൻ നിന്റെ വായ് തുറക്കുന്നെങ്കിൽ, ആദരം ചലിപ്പിക്കുന്നെങ്കിൽ, പിശാച് കെട്ടിവച്ചിരിക്കുന്ന ചില മേഖലകളിൽ നീ പ്രാപിപ്പാൻ സമയം കഴിഞ്ഞുപോയ ചില വിഷയങ്ങളുടെ കെട്ടുകൾ യേശുവിന്റെ രക്തം വചനം ജയമെടുക്കുകയാ. ഇന്ന് പകൽ അഴിഞ്ഞുമാറുന്ന ദിവസമെന്ന ആത്മാവിൽ ഞാൻ ദൂത് പറയുക. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആരംഭിച്ചോ. ദൈവത്തെ ആരാധിക്കാൻ പിശുക്ക് കാണിക്കരുത്. മണികൂടാതെ ദൈവത്തെ ആരാധിക്കുന്നുവോ അവനെ അനുഗ്രഹിപ്പാൻ ദൈവം ശക്തനാണ്. 1870 കാലഘട്ടങ്ങളിൽ അമേരിക്കയിലെ ഷിക്കാഗോയിൽ ജനിച്ച ഒരു അനുഗ്രഹീത മനുഷ്യനുണ്ടായിരുന്നു, ഹൊറാഷ്യസ് സ്പാഫർ. ഒരു പക്ഷെ നിങ്ങളൊക്കെ അദ്ദേഹത്തെ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ അനുഭവം പറഞ്ഞ് ഒരു ചെറിയ കോറസ് പാടി ഞാൻ വചനത്തിലേക്ക് കയറാം. ഹൊറാഷ്യസ് സ്പാഫോർഡ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ മനുഷ്യനായിരുന്നു. അപ്പോൾ തന്നെ പ്രശസ്തനായ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. 1872 ഷിക്കാഗോയിൽ ഒരു വലിയ അഗ്നിബാധയുണ്ടായി. ഗ്രേറ്റ് ഷിക്കാഗോ ഫയർ എന്ന് പറയും അതിനെ അറിയപ്പെടുന്നത്. ആ അഗ്നിബാധയിൽ ഈ മനുഷ്യന്റെ സർവ്വസമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടു. തനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു വൈഫുണ്ട്, ഹാന. 5 മക്കൾ. ആദ്യത്തെ മകനാണ്, ആൺകുഞ്ഞാണ്. ബാക്കി 4 പെൺകുഞ്ഞുങ്ങൾ. ഈ തീപിടുത്തത്തിന് ശേഷം തന്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കാൻ തുടങ്ങി, ഒന്നിനു പുറകെ. അതിനുശേഷം തന്റെ മകൻ ഒരു പനി ബാധിച്ച് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. കഷ്ടങ്ങളും ശോധനകളും ജീവിതത്തിൽ ഏറിയപ്പോഴും ഭാരപ്പെടാതെ താനും കുടുംബവും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറി. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ യൂറോപ്പിലേക്ക് കുടിയേറി പാർക്കുവാൻ താൻ തീരുമാനിച്ചു. അങ്ങനെ അവർ കപ്പൽ മാർഗം വെയിൽസിലേക്ക് യാത്ര തിരിപ്പാനായി ക്രമീകരണങ്ങൾ ചെയ്തിരിക്കവേ 2 ദിവസം മുൻപ്, യാത്രയ്ക്ക് 2 ദിവസം മുൻപ് വീണ്ടും ചില ബിസിനസ് കാര്യങ്ങൾക്കായി തനിക്ക് അമേരിക്കയിൽ തങ്ങേണ്ടതായിട്ട് വന്നു. തന്റെ വൈഫിനെയും 4 കുഞ്ഞുങ്ങളെയും താൻ കപ്പൽ കയറ്റി വെയിൽസിലേക്ക് യാത്രയാക്കി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചരിത്രം. യാത്രയുടെ 2-ാം ദിനം രാത്രി ഒരു സ്കോട്ടിഷ് കപ്പൽ, ഒരു ചരക്ക് കപ്പൽ വന്ന് ഇവർ യാത്ര ചെയ്ത കപ്പലിൽ ഇടിക്കുകയും ആ കപ്പൽ അറ്റ്ലാന്റിക്കിന്റെ ആഴങ്ങളിലേക്ക് താഴുകയും ചെയ്തു. അനേകർ ആ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. ചിലർ മാത്രം രക്ഷപ്പെട്ടു. അക്കൂട്ടത്തിൽ ഹൊറാഷ്യസ് സ്പാഫറിന്റെ വൈഫും രക്ഷപ്പെട്ടു. അവർ വെയിൽസിൽ 9 ദിവസങ്ങൾക്ക് ശേഷം രക്ഷാബോട്ടിൽ എത്തിയിട്ടൊരു സന്ദേശം ഇങ്ങനെ അയച്ചു. ടെലിഗ്രാം. അന്ന് ടെലിഗ്രാമേ ഉള്ളൂ, ഇന്നത്തെ പോലെ ഫോണില്ല. സേവ്ഡ് അലോൺ, വാട്ട് ഷാൽ ഐ ഡു? ഞാൻ മാത്രം രക്ഷപ്പെട്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഹൊറാഷ്യസ് സ്പാഫർ പിറ്റേ ദിവസം തന്നെ അടുത്ത ഷിപ്പിലൂടെ ഷിപ്പെടുത്ത് താൻ വെയിൽസിലേക്ക് പോവുകയാണ്. യാത്രയുടെ 2-ാം ദിനം രാത്രി കപ്പിത്താൻ തന്നെ ഡെക്കിലേക്ക് വിളിച്ചിട്ട് തന്റെ കുഞ്ഞുങ്ങൾ മുങ്ങി മരിച്ച അച്ചാൽ തന്നെ കാണിച്ചു. തന്റെ ഹൃദയം തകർന്നു. വേഗത്തിൽ തന്റെ അധരങ്ങൾ പ്രാർത്ഥനയായി ചലിക്കപ്പെട്ടു. അവിടെ നിന്നോട് താൻ ഇങ്ങനെ എഴുതി, when peace like a river attendeth my way, when sorrows like sea billows roll. സ്തോത്രം ഞാൻ പാടിടും,
ആമേൻ. ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്ക്. നോക്കണേ, ആദ്യജാതൻ ആദ്യം മരണപ്പെട്ടു. തൻ്റെ സർവ്വസമ്പാദ്യങ്ങളും അഗ്നിബാധയിൽ നഷ്ടപ്പെട്ടു. ശേഷിച്ച 4 കുഞ്ഞുങ്ങളും ലോകം വിട്ട് കടന്നുപോയി. താനും വൈഫും മാത്രം അവശേഷിച്ചപ്പോൾ താൻ പാടുക, നൽനീരുറവ പോൽ സമാധാനമോ, അലമാല പോൽ ദുഃഖമോ, എന്തെന്തു വന്നാലും എൻ ജീവിതേ, ആമേൻ, എൻ്റെ കർത്താവിൻ്റെ പക്ഷമുള്ളതാൽ എനിക്ക് ജയമാണ്. എത്ര പേർക്ക് ഇല്ലായ്മയിൽ ദൈവത്തിന് നന്ദി പറയാൻ കഴിയും? കഷ്ടങ്ങളിൽ നഷ്ടങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ആ ഗാനം നിങ്ങൾ അറിയാമെങ്കിൽ ചേർന്ന് പാടുന്നു. നൽനീരുറവ പോൽ സമാധാനമോ, ആലമാല പോൽ ദുഃഖമോ, എന്തെന്തു വന്നാലും എൻ ജീവിതത്തിൽ ചൊല്ലും ഞാൻ, എല്ലാമെൻ നന്മയ്ക്കായി. പാടിയിടും സ്തോത്രം ഞാൻ, സ്തോത്രം ഞാൻ പാടിയിടും. നാഥൻ ചെയ്യും എല്ലാം നന്മയ്ക്കായി. പാടിയിടും സ്തോത്രം. അതരങ്ങൾ ചലിക്കട്ടെ. സ്തോത്രം ഞാൻ പാടിയിടും. നാഥൻ ചെയ്യും എല്ലാം നന്മയ്ക്കായി. ശബ്ദമുയർത്തി പാടിയിടും സ്തോത്രം ഞാൻ, സ്തോത്രം ഞാൻ പാടിയിടും. നാഥൻ ചെയ്യുമെല്ലാം. ദൈവമയിലെ നിന്റെ ജീവിതത്തിലെ ശൂന്യത അത് ദൈവത്തിന് നന്മയാക്കി മാറ്റുവാൻ കഴിയും. നിന്റെ ജീവിതത്തിലെ രോഗങ്ങളെ ദൈവത്തിന് നന്മയാക്കി മാറ്റുവാൻ കഴിയും. നിന്റെ ജീവിതത്തിലെ കഷ്ടങ്ങളെ ദൈവത്തിന് അതിൽ നന്മയാക്കി തീർക്കുവാൻ കഴിയും. നിന്റെ മേലുള്ള വെല്ലുവിളികൾ, പരിഹാസങ്ങൾ, നിന്ദകൾ, ചില ഒറ്റപ്പെടലുകൾ, ഇരുളിന്റെ അവസ്ഥകൾ ദൈവത്തിന് നന്മയാക്കി മാറ്റുവാൻ കഴിയും. ഇന്ന് പകൽ ആ വിഷയം ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്ത്, കർത്താവേ, നീ എന്നെ ഈ നിലകളിൽ നടത്തുന്നതിനാൽ സ്തോത്രമെന്ന് ഹൃദയം തകർന്ന ദൈവസന്നിധിയിൽ പറയാമോ? ഓ പിശാചിൻ തന്ത്രങ്ങൾ പരീക്ഷകളും എൻ ജീവിതേ ആഞ്ഞടിച്ച ചെഞ്ചോര ചൊരിഞ്ഞ എൻ ജീവനാഥൻ എൻ പക്ഷം ഉള്ളതാ ജയമേ. പാടിയിടും സ്തോത്രം ഞാൻ, സ്തോത്രം ഞാൻ പാടിയിടും. നാഥൻ ചെയ്യും. പാടിയിടും സ്തോത്രം ഞാൻ, സ്തോത്രം ഞാൻ പാടിയിടും. നാഥൻ ചെയ്യും എല്ലാം നന്മയ്ക്കായി. വൻദുഃഖം പ്രയാസങ്ങൾ ഏറിയാലും നിരാശനായി തീരില്ല ഞാൻ. എന്നെ കരുതാ മാറോടണയ്ക്കാൻ നാഥൻ ഉള്ളതാൽ പാടുമേ. ചേർന്ന് പാടാമോ? ഓ വൻദുഃഖം പ്രയാസങ്ങൾ ഏറിയാലും നിരാശനായി തീരില്ല ഞാൻ. എന്നെ കരുതാൻ തന്മാറോടണയ്ക്കാൻ നാഥൻ ഉള്ളതാൽ പാടുമേ. പാടിയിടും സ്തോത്രം ഞാൻ, സ്തോത്രം ഞാൻ പാടിടും. നാഥൻ ചെയ്യും നന്മയ്ക്കായി. പാടിയിടും സ്തോത്രം
നാഥൻ ചെയ്യുന്നതെല്ലാം നന്മയ്ക്കെന്ന് എത്ര പേർക്ക് ഇന്ന് പകൽ പറയുവാൻ കഴിയും? അത് ഏറ്റെടുക്കാൻ കഴിയും, വിശ്വസിപ്പാൻ കഴിയും. നിന്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, ഏത് തകർച്ചയുമായിക്കൊള്ളട്ടെ, അത് ദൈവം എന്റെ ജീവിതത്തിൽ നന്മയ്ക്കായി. Yes, Lord, you send your living word and touch somebody today. You heal somebody today. In the name of Jesus, God is going to do something today. How many can believe? ചില രോഗികളെ ഇന്ന് പകൽ ദൈവം തൊട്ട് സൗഖ്യമാക്കുന്ന പകല, ചിലരുടെ അവസ്ഥകൾക്ക് ഇന്ന് പകൽ ഇവിടെ ചലിക്കുന്ന ആത്മാവ് ചില പുതിയ അനുഭവങ്ങൾ കൊണ്ടുപോകാൻ പോകുക. നാളുകളായി നിങ്ങളുടെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന ചില വഴികൾ ഇന്ന് പകൽ തുറന്നു വരുന്ന പകലെന്ന് ആത്മാവിൽ ഞാൻ പറയുക. ഏറ്റെടുക്കുന്നവർ വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു. എത്ര അധ്വാനിച്ചിട്ടും എത്ര തൊഴിഞ്ഞിട്ടും ദൈവമേ എനിക്ക് ഗതിയോ എന്നോർത്ത് വിലപിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ സകല പ്രയത്നങ്ങളെയും അനുഗ്രഹമാക്കി തരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, ദൈവസഭയെ നാം തൊട്ട് നനപ്പാൻ ദൈവാത്മാവിന്റെ നദി നമ്മുടെ മധ്യത്തിലുണ്ട്. എത്ര പേർക്ക് അനുഭവം തിരിച്ചറിയാൻ കഴിയും? ഉൽപ്പത്തി 2:10 ഇങ്ങനെ ഒരു വാക്യമുണ്ട്, തോട്ടം നനപ്പാൻ ഏദനിൽ നിന്നും ഒരു നദി പുറപ്പെട്ടു. അത് അവിടെ നിന്നും 4 ശാഖയായി പിരിഞ്ഞു. പീശോൻ, ഗീഹോൻ, ഹിദെക്കൽ, ഫ്രാത്ത്. ഈ നദികൾ ചുറ്റിത്തിരിഞ്ഞു വരുന്ന ദേശത്ത് ചില മേൽത്തരമായ അനുഭവങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് നോക്കിയാൽ വേദപുസ്തകത്തിൽ ഈ നദിയെപ്പറ്റി കാര്യമായ വിവരണങ്ങൾ ഇല്ലെങ്കിലും ആത്മദൃഷ്ടിയിൽ പരിശോധിച്ചാൽ ഉൽപ്പത്തിയിൽ ഒഴുകി തുടങ്ങിയ ഈ നദി വെളിപ്പാട് വരെ ഒഴുകുന്നുണ്ട്. അവിടെയൊക്കെ അനുഗ്രഹത്തിന്റെ അവസ്ഥകൾ. സ്തോത്രം. പുറപ്പാടിൽ വരുമ്പോൾ മോശ തന്റെ ജനവുമായ രഫീദിമിൽ പാളയമിറങ്ങിയപ്പോൾ യഹോവയോട് പറഞ്ഞു, വെള്ളമില്ലാതെ കഴിഞ്ഞപ്പോൾ ഞാൻ പാറയുടെ മുകളിൽ നിൽക്കും, നീ പാറയെ അടിക്കണം. അവൻ മോശ വിശ്വാസത്തോടെ പാറയെ അടിച്ചപ്പോൾ വെള്ളം ചാടി പുറപ്പെട്ടൊരു നദിയായി തീർന്നു. 46-ാം സങ്കീർത്തനം എന്താ പറയുന്നത്? ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. എഹെസ്കേൽ പ്രവചനത്തിൽ വരൂ, ആലയത്തിന്റെ ഉമ്മറപ്പടിയുടെ കീഴിൽ നിന്നും ഈ നദി കിഴക്കോട്ടൊഴുകിയ, അത് നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ആത്മനദിയായി തീരുക. ദാനിയേൽ പ്രവാചകനോട് ചോദിച്ചാൽ ഇങ്ങനെ പറയും, സ്വർഗസിംഹാസനത്തിന് മുൻപിൽ നിന്നും ഒരു അഗ്നി നദി പുറപ്പെടുന്നത് പ്രവാചകൻ ആത്മാവിൽ ദർശിക്കുകയാണ്. പഴയ നിയമം കൊണ്ട് തീർന്നില്ല. അതേ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഉത്സവത്തിന് മഹാദിനമായി ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവനല്ല എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഇന്ന് പകൽ ആ ജീവജലത്തിന്റെ നദി എന്നിലും നിന്നിലൂടെയും ഇവിടെ ഒഴുകുന്നുണ്ടെന്ന് എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയും? അത് വെറുതെയല്ല ഒഴുകുന്നത്. ആമേൻ. സമാനമായി ഉണങ്ങിയ ചില വ്യക്തികളുടെ മേൽ ഇന്ന് പകൽ ചലിക്കുന്ന പ്രാണികൾ ജീവൻ പ്രാപിപ്പാൻ ഇവിടെ ഒഴുകുന്ന ആത്മനദിക്ക് ശക്തിയുണ്ട്. വെളിപ്പാട് പുസ്തകം അവസാനത്തെ അധ്യായത്തിൽ ആരംഭ ഭാഗത്ത് ഇങ്ങനെ കാണുന്നുണ്ട്, വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്ന ശുഭ്രമായ പളുങ്ക് പോലെ ഒരു ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. അങ്ങനെയെങ്കിൽ ഈ ദൈവസഭയോട് ഇന്ന് പകൽ ഞാനൊരു ദൂത് കൈമാറാം. കാലാകാലങ്ങളായി ഒഴുകിയ പരിശുദ്ധാത്മ നദിയുടെ ഒരു ശാഖ ഈ ദൈവസഭയിലൂടെ ഒഴുകുന്നുണ്ട്. അത് ഈ സഭയെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുവാൻ, ഇവിടെ കടന്നു വരുന്നവർ സൗഖ്യം പ്രാപിക്കുവാൻ, പാപികൾ മാനസാന്തരപ്പെടുവാൻ, രോഗികൾ സൗഖ്യം പ്രാപിപ്പാൻ, തകർന്നവന്റെ മുറിവുകളെ കെട്ടുവാൻ. യെസ്, എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയൂ? ഇന്ന് പകൽ ആത്മാവിന്റെ ചലനം മനസ്സിലാക്കുന്ന ദൈവജനം മൗനമായിരിക്കാതെ അത് നിന്നെ സന്തോഷിപ്പിക്കുന്ന നദിയ, ആനന്ദത്തിലേക്ക് നയിക്കുന്ന നദിയ, നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുന്ന നദിയ, നിന്റെ അവസ്ഥകളെ മാറ്റുന്ന, നിന്റെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന ആത്മനദി ഇന്ന് പകൽ ഇവിടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? താങ്ക് യു ജീസസ്. ശേഷാൽ സൂമിലൂടെ എന്നെ ശ്രവിക്കുന്ന മാന്യ സഹോദരി സഹോദരന്മാർക്കും മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കലൂടെ എൻ്റെ സ്നേഹവും
വന്ദനവും ഞാൻ അറിയിക്കുന്നു. ഏകദേശം 150-ലധികം ഗാനങ്ങൾ രചിച്ചു എന്ന് ഞാൻ പറയാറില്ല, കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. സ്റ്റീവൻ സാമുവൽ ദേവസി പാടിയ വിശുദ്ധിയിൽ ഭയങ്കരനെ മഹിമയിൽ വസിപ്പവനെ, ഉള്ളം തകരുമ്പോൾ ശരണം വിശുദ്ധ, കാന്തനാമേശ് വെളിപ്പെടാറായി തുടങ്ങി 150-ലധികം ഗാനങ്ങൾ എഴുതുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. 1150-ലധികം ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത CD-യിലൂടെയും മറ്റും ആയിരങ്ങളിൽ എത്തിപ്പാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. 600ഓളം ഗാനങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തു. അതിനകത്ത് സന്ദേശങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളെ ബലപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ. ജെയിംസ് ജോൺ തോന്നിയാമല എന്നോ ഷക്കീന മീഡിയ ഹൗസ് എന്നോ അടിച്ചു കൊടുത്ത എൻ്റെ ഗാനങ്ങളും പ്രശസ്തരായ ഗായകർ പാടിയ ഗാനങ്ങളും സന്ദേശങ്ങളും നിങ്ങൾക്ക് കേൾപ്പാനിടയായിത്തീരും. എൻ്റെ ശുശ്രൂഷയോർത്ത് ദൈവസഭ പ്രാർത്ഥിക്കണം. വേഗത്തിൽ നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ചിന്ത തിരിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 36-ാം വാക്യം. Luke chapter 21 verse 36. നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്നൊരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റാണ്. ആകയാൽ കർത്താവ് ഇങ്ങനെ പറയുന്ന, ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും, 2 മനുഷ്യപുത്രന്റെ മുൻപാകെ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് എന്ത് ചെയ്യണം? സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പ്രാർത്ഥിക്കുന്ന സഭ വളർന്നുകൊണ്ടിരിക്കും. പ്രാർത്ഥിക്കുന്ന കുടുംബം അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കുന്നവന്റെ തലമുറ ദേശത്ത് അത് അനുഗ്രഹിക്കപ്പെടും, ദേശങ്ങളെ അവകാശമാക്കും. പ്രാർത്ഥിക്കുന്നവന്റെ തലമുറ നഷ്ടപ്പെട്ടു പോകത്തില്ല. സ്തോത്രം. അപ്പോൾ പ്രാർത്ഥന എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു വിഷയമാണ്. ഇവിടെ കർത്താവ് തുടങ്ങുന്നത്, ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും. ഒന്ന്, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അവന്റെ ആയുസിന്റെ അളവിൽ അവന്റെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിപ്പാൻ എന്ത് വേണം? പ്രാർത്ഥന വേണം. 2, മനുഷ്യപുത്രന്റെ മുൻപാകെ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിനും എന്ത് വേണം? അപ്പൊ 2 നിലകളിലും പ്രാർത്ഥന. ഭൂമിയിലെ ജീവിതത്തിനും പ്രാർത്ഥന ആവശ്യമാണ്, നിത്യതയിൽ എത്തുവാനും പ്രാർത്ഥന ആവശ്യം. പക്ഷെ ഇന്ന് പലർക്കും പ്രാർത്ഥിക്കാൻ സമയമില്ല. മറ്റെല്ലാത്തിനും എന്തുകൊണ്ട്? സമയമുണ്ട്. പ്രാർത്ഥിക്കാൻ ഞാൻ ഇന്നലെ വരെ കൺഫ്യൂഷനിലായിരുന്നു. കർത്താവ് ഈ ദൈവസഭയ്ക്ക് ഏത് ദൂത് കൊടുക്കണം. ഇന്ന് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചപ്പോൾ വ്യക്തമായി കർത്താവ് പറഞ്ഞു, ഈ വിഷയം സംസാരിച്ചോളാൻ പറഞ്ഞു. ദൈവാത്മാവ് തന്ന പൂർണ്ണ നിയോഗത്തോടു കൂടിയാണ് നിങ്ങളോട് ഈ വചനം ഞാൻ സംസാരിക്കുന്നത്. കർത്താവ് പറഞ്ഞു തുടങ്ങി, ആകയാൽ ഈ സംഭവിപ്പാനുള്ളത്. ആകയാൽ എന്തുകൊണ്ടെന്നാൽ, അതുകൊണ്ട് എന്നൊക്കെയുള്ള പദങ്ങൾ നാം വേദപുസ്തകത്തിൽ കാണുമ്പോൾ മനസ്സിലാക്കണം, അതിന്റെ മുകളിൽ പ്രസക്തമായ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കർത്താവ് പറഞ്ഞു, ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും. സംഭവിപ്പാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകാനല്ല പറഞ്ഞത്. അത് ദൈവഹിത പ്രകാരം രാജ്യങ്ങളുടെ മേലായാലും രാജാക്കന്മാരുടെ മേലായാലും വ്യക്തികളുടെ മേലായാലും സഭകളിലായാലും കുടുംബങ്ങളിലായാലും ദൈവം തന്നെ ന്യായവിധിയുടെ കരം നീട്ടണമെന്ന് പദ്ധതി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നീട്ടപ്പെട്ടിരിക്കും. പക്ഷെ ഇവിടെ കർത്താവ് പറഞ്ഞത്, ആകയാൽ സംഭവിക്കാനുള്ള എല്ലാം നീങ്ങിപ്പോവാനല്ല, എല്ലാറ്റിനും എന്ന് പറഞ്ഞാൽ സംഭവിക്കുവാനുള്ളത് സംഭവിച്ചാലും അതിനകത്തൊരു നീക്കുപോക്ക്. അതിനാ പ്രാർത്ഥന ആവശ്യം. എന്ന് പറഞ്ഞാൽ വചനത്തിന് ഇങ്ങനെ വാക്യോടെ, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ മരണമായാലും ഏത് വിപത്തായാലും അതിനകത്തു നിന്നും നീക്കുപോക്ക് തരുവാൻ കഴിവുള്ളവനാ നാം സേവിക്കുന്ന ദൈവം. പക്ഷെ ആ നീക്കുപോക്ക് നിനക്ക് വേണമെങ്കിൽ സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പ്രാർത്ഥനയാൽ സാധിക്കാത്ത ഒരു കാര്യവുമില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ സകല നിക്ഷേപങ്ങളുടെ കലവറ തുറക്കുന്ന കീയ പ്രാർത്ഥന. സ്വർഗത്തിലെ സകല നിക്ഷേപങ്ങളുടെയും കലവറ തുറക്കുന്ന കീയാണ് പ്രാർത്ഥന. നിന്റെ ജീവിതത്തിന് എന്താവശ്യമുണ്ടോ ഇന്ന് പകൽ മുഴങ്കാലിൽ ഇരിക്കുവാൻ സമർപ്പിക്കുക. അടഞ്ഞ വഴികൾ തുറന്നു തരുവാൻ ദൈവം ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ നിനക്കായി ഇന്ന് പകൽ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പുതുവഴികൾ ചിലർക്ക് വേണ്ടി ദൈവ ദിവസങ്ങൾ തുറക്കും കേട്ടോ. ഈ ദൈവസഭയുടെ അതെ അതിരുകളെ ദൈവം വിശാലമാക്കുക. ആത്മാവിൽ ഞാൻ ദർശിക്കുക. ദൈവസഭ ഒന്നിച്ചു നിന്നോണം, ഏക മനസ്സോടെ നിന്നോണം.
പിറുപിറുപ്പരുത്, സ്വതം ഐക്യതക്കേടരുത്, കൈപ്പിന്റെ വേരുകൾ മുളപ്പിക്കരുത്, സംശയ വിചാരങ്ങൾ അരുത്, അന്യന്റെ കുറ്റം പറഞ്ഞു നടക്കരുത്. ദൈവദാസന്മാരോട് ചേർന്ന് ദൈവസഭ നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ഈ കുവൈറ്റിനെ കീഴ്മേൽ മറിക്കുന്ന ആത്മശക്തി ഈ ദൈവസഭയുടെ മേൽ ദൈവം പകരുമെന്ന് ആത്മാവിൽ ഞാൻ ദൂത് പറയുക. യെസ്, അനേക രോഗികൾ ഇവിടെ വന്ന് സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോകും. അനേക പാപികൾ ഇവിടെ വന്ന് മാനസാന്തരപ്പെടും. കൂട്ടത്തോടെ ചില സ്നാനങ്ങൾ നടക്കും. ആത്മാവിനെ നിരന്ന് പകൽ ഞാൻ ദൂത് പറയുക. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സാറാമോടെ മമ്മി ഏതോ ഇതിനകത്ത് ഓക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ കർത്താവ് പറഞ്ഞു തുടങ്ങി, ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാ. അപ്പൊ എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് ഇതേ അധ്യായത്തിൽ യേശുക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 20-ാം വാക്യം മുതൽ 20-ാം വാക്യം ഒന്ന് വായിച്ചത്. 20 മതി. നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു പ്രവചിച്ചതുപോലെ AD 70 യെരൂശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു. കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ അത് അഗ്നിക്കിരയായി മാറ്റപ്പെട്ടു. അത് സംഭവിച്ചു, കർത്താവ് പ്രവചിച്ചതുപോലെ നടന്നു. എന്നാൽ അതിനുശേഷം പ്രകൃതിയിൽ സംഭവിക്കേണ്ട ചില കാര്യങ്ങൾ 25-ാം വാക്യം മുതൽ വേഗത്തിൽ വായിച്ചു. 25 മുതൽ അതെ ശ്രദ്ധിച്ചു കേൾക്കണം. സൂര്യനിലും ചന്ദ്രനിലും ലക്ഷ്യങ്ങളുണ്ടാകും. മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. മനുഷ്യർ നിർജീവന്മാരാകും. മതി. യേശുക്രിസ്തു വീണ്ടും വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരോട് ഉണ്ട്? അതിന്റെ സമയം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? പിതാവല്ലാതെ പുത്രനും അറിയത്തില്ല. സമയമൊക്കെ പ്രവചിക്കുന്ന പലരും എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ വിശ്വസിക്കുന്നു. ഏത് സമയത്തും കർത്താവ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞതുപോലെ ഉണർന്നു. കർത്താവിന്റെ വരവിങ്കൽ കാഹളനാദത്തിങ്കൽ കൈവിടപ്പെട്ടു പോയാൽ രണ്ടാമതൊരു ചാൻസ് ഇല്ല. ഒരു ട്രെയിൻ മിസ്സായാൽ അടുത്ത ട്രെയിൻ പിടിക്കാം, അല്ലേ? ഒരു ഫ്ലൈറ്റ് മിസ്സായാൽ അടുത്ത ഫ്ലൈറ്റ്, ഒരു ആരാധന മുടക്കി അടുത്ത ആഴ്ച ആരാധനയ്ക്ക് വരാം. പക്ഷേ കർത്താവിന്റെ വരവെങ്കിൽ മിസ്സായാൽ ഒരു രക്ഷയില്ല. നാട്ടിൽ വന്നാൽ സുവിശേഷ വിരോധിൽ കവളം മോഡൽ വെട്ടി അടിക്കും. നീ പ്രസംഗിച്ചുകൊണ്ട് നടന്നേയല്ലടാ, നീ എന്താ പോകാന്ന് ചോദിക്കും. അതുകൊണ്ട് അതിനിട വരരുത്. വളരെ ഭയത്തോടും ഭക്തിയോടും. 2-ാം സംഘത്തിൽ ഒരു വാക്യമുണ്ട്, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ, അവന്റെ കോപക്ഷണത്തിൽ ജ്വലിക്കും. പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കണം. പാപം നിന്നെ മാടി വിളിക്കുമ്പോൾ, മായ നിന്നെ മാടി വിളിക്കുമ്പോൾ, കണ്ണിന് ഇമ്പമുള്ളത് നിന്റെ മുൻപിൽ കൊണ്ടുവന്ന പിശാച് അത് ചെയ്യുവാൻ നിന്നെ പ്രലോഭിപ്പിക്കുമ്പോൾ, ഇന്ന് മകൾ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിക്കുന്നവന് നിത്യതയിൽ എടുക്കപ്പെടുവാൻ കഴിയും. അല്ലാത്തവൻ കർത്താവിന്റെ കാഹളനാദത്തിങ്കൽ തള്ളപ്പെടുവാനിടയായി തീരും. കർത്താവിന്റെ വരവ് എത്രയും വേഗം സംഭവിക്കും. ലോക സംഭവങ്ങളൊക്കെ അതിന്റെ എല്ലാ കാര്യങ്ങളും വിളിച്ചു വന്നുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ കർത്താവ് പറഞ്ഞു, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം. അതെന്താ പരിഭ്രമം? ഇന്നിപ്പോ ഇവിടെ നിരാശപ്പെട്ടിരിക്കുന്നവരുടെ മുഖം കണ്ടാൽ എനിക്കറിയാം, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നവർക്ക്. പരിഭ്രമിക്കുവാണെങ്കിലും ഈ പരിഭ്രമിക്കുന്നത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുകയോ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? പരിഭ്രമിക്കുന്നത്. നിരാശപ്പെടുന്നതോ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി ഇട്ടായിരിക്കുമ്പോ, ഡാഡി മോനെ വഴക്ക് പറയുമ്പോ, അല്ലേ, ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ഈശാഘോഷം ഉണ്ടാകുമ്പോ, പിന്നെ കുറച്ച് നേരത്തേക്ക് എന്താ നിരാശയുടെ ഒരു മൂഡ് കൂടെ നമ്മുടെ ജീവിതത്തിൽ വരും. അല്ലെങ്കിൽ ഭൗതികമായ ചില ബുദ്ധിമുട്ടുകളും കടഭാരങ്ങളും കടക്കാലട്ടുമ്പോഴൊക്കെ നിരാശ. സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ചത് എന്താ? സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക്. ഇത് രണ്ടും കൂടെ ഒന്നിച്ചു വന്നാൽ ഒരു മനുഷ്യന്റെ മുഖത്തിന്റെ എക്സ്പ്രഷൻ എന്തിനായിരിക്കും? നിരാശയും പരിഭ്രമവും. സാറാ മോളെ ഊഹിച്ചെടുക്കാൻ പറ്റുമോ? അല്ലാത്തൊരവസ്ഥയായിരിക്കും. അത് ആർക്കാ ഉണ്ടാകുന്നേ?
ജാതികൾക്ക്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ദൈവമക്കൾക്ക് എന്തുണ്ടാകണം? ജാതികളുടെ കൂടെ പരിഭ്രമിക്കണോ? കടലിളകുമ്പോൾ, കരയിളകുമ്പോൾ, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളും അടയാളങ്ങൾ സംഭവിക്കുമ്പോൾ, അല്ല ഭൂമി കീഴ്മേൽ മറിഞ്ഞാലും ക്രിസ്തു ഉള്ളിലുള്ള ഒരുവന് ഭയപ്പെടുവാനില്ല. അവനിത് കാണുമ്പോൾ മനസ്സിലാകും, എന്റെ അരുമനാഥൻ വേഗത്തേറിൽ വെളിപ്പെടുവാൻ കാലമായി. അവന്റെ വരവിന് മുൻപ് സംഭവിക്കേണ്ട കാര്യങ്ങളാണെന്ന് ഓർക്കുമ്പോൾ അവൻ നിരാശപ്പെടത്തില്ല. പ്രത്യുത അവന്റെ മുഖം പ്രത്യാശ കൊണ്ട് നിറയും. സ്തോത്രം. പലരും ജാതികളുടെ കൂട്ടത്തിൽ എന്ത് ചെയ്യും? നിരാശപ്പെട്ടു പോകും. ചില സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? യിരെമ്യാ പ്രവചനം 10-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാൻ പറ്റും. യിരെമ്യാ chapter 10 verse 1 and 2. യഹോവ നിങ്ങളോട് അരുളി ചെയ്യുന്ന വചനമാവത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ശ്രദ്ധിക്കണം, ജാതികളുടെ വഴി പഠിക്കരുത്. ആകാശത്തിന്റെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത്. അവിടെ എടുത്തു പറഞ്ഞേക്ക, ജാതികളല്ലോ അവ കണ്ട് ഭ്രമിക്കുന്നത്. ദൈവമക്കളെ, ലോകത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഭ്രമിക്കേണ്ടവരല്ല. നമ്മുടെ ഫോക്കസ് എപ്പോഴും എവിടെയായിരിക്കണം? കർത്താവിന്റെ വരം. ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഇനി യേശു വരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ചിലർ പറയുന്നത് യേശു വന്നിട്ട് പോയെന്ന്. സ്തോത്രം. ചിലർ പറയുന്നത് യേശു ഇനിയും വരാനെന്നോ. പണ്ടൊരിക്കൽ കത്തോലിക്കുള്ള അച്ഛനോട് ചോദിച്ചു, നിങ്ങളുടെ യേശു എന്നെ പണിയാടാ പോയി പറ്റിച്ചിട്ട് പോയെ? എന്താ പറ്റിച്ച? ദാ വരുന്നു പറഞ്ഞ് പോയിട്ട് പുള്ളി എന്ത് ചെയ്യും എന്നോട് ചോദിക്കുക. ദാ വരുന്നു പറഞ്ഞിട്ട് സ്തോത്രം എന്തവർക്കൊക്കെ മറുപടി കൊടുക്കണ്ടേ? സ്തോത്രം. കർത്താവ് വരും, കർത്താവ് വരും. ആമേൻ. കർത്താവേ വരണമെന്ന് യോഹൻ പറഞ്ഞ ആശീർവാദം പറഞ്ഞെങ്കിൽ കർത്താവ് എന്ത് ചെയ്യും? അവൻ സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് നന്മകൾ സുവിശേഷിച്ച്, ആമേൻ, യഹൂദന്മാരാൽ ക്രൂശിക്കപ്പെട്ട് അതേ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ സ്വർഗത്തിലേക്ക് പോയെങ്കിൽ അവൻ വീണ്ടും വരിക തന്നെ ചെയ്യും. വിശുദ്ധ ബൈബിൾ വിശ്വസിക്കുന്നവന് വാക്കും ഭാഷണം പറയാൻ, അതേ കൂടാതെ പറയുവാൻ കഴിയും, യേശു പോയതുപോലെ വീണ്ടും വരും. കാത്തിരിക്കുന്നവന്റെ ജനത്തെ അവൻ ചേർക്കും, അല്ലാത്തവർ കൈവിടപ്പെട്ടു പോകും. നമ്മൾ ആരും കൈവിടപ്പെടുന്നവരുടെ കൂട്ടത്തിലായി പോകരുത്. ഓരോ ദിവസവും ഭയത്തോടും ഭക്തിയോടും മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിപ്പാൻ ഇച്ഛിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിക്കും. നമ്മളൊരു പ്രവാസ ജീവിതത്തിലാണ്. ഗൾഫുകാർ മാത്രമല്ല പ്രവാസികൾ, സകല ലോക മനുഷ്യരും പ്രവാസികൾ അല്ലേ മോനെ? ഈ ലോകം ശാശ്വതമല്ല, ശാശ്വതമല്ല. ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു പരദേശിയെ പോലെ നമ്മൾ മറ്റൊരു ദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന യാത്രയുടെ മധ്യത്തിലാണ്. അതുകൊണ്ട് ആ വഴിയിൽ വെച്ച് നിങ്ങൾ നശിച്ചു പോകരുതെന്ന്, വഴിയിൽ വെച്ച് നിങ്ങൾ നശിച്ചു പോകരുതെന്ന്, ഈ ആത്മീയ യാത്രയുടെ വഴിയിൽ വെച്ച് നിങ്ങൾ നശിച്ചു പോകരുതെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ അതിനായി ദൈവകരങ്ങൾ സമർപ്പിക്കുന്നവർ, ഒന്നുകൂടി പുതുക്കി സമർപ്പിക്കുന്നവർ, പാപത്തെ വിട്ടൊഴിയുവാൻ, ആമേൻ, തിന്മയെ വിട്ടൊഴിയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. വേഗത്തിൽ ഞാൻ ചിന്ത മുൻപോട്ട് പോകട്ടെ. എന്നിട്ട് കർത്താവ് ആദ്യം യെരൂശലേമിന്റെ നാശം പ്രവചിച്ചു, രണ്ടാമത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന നാശങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം 34-ാം വാക്യം മുതൽ 34 മുതൽ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം, ഏത് ദിവസം? ഏത് ദിവസം? നമ്മുടെ കല്യാണ ദിവസമാണ്, കർത്താവിന്റെ വരവിന്റെ ദിവസം. പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ, അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാൻ, അപ്പൊ സംഭവിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. രാജ്യത്തിന്റെ നാശം, പ്രകൃതിയുടെ മേൽ നടക്കുന്ന അനിഷ്ട സംഭവങ്ങൾ, വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള വിഷയം കൂടെ കർത്താവ് പറയുക. ഇവിടെ പറഞ്ഞ് നമ്മൾ ഒന്ന് ഇരുന്ന് ചിന്തിക്കണം. നിങ്ങളുടെ ഹൃദയം, നമ്മളാരും അമിതമായി ഭക്ഷണം കഴിക്കുന്നവരല്ല, ആണോ? 4-5 നേരം കഴിച്ചാൽ പിന്നെ നമുക്കൊന്നും വേണ്ട. നമ്മൾ ആദ്യം അമിതമായി ഭക്ഷണം കഴിക്കുന്നവരല്ല. അടുത്തത് മദ്യപാനം. അതില്ലല്ലോ, ഇല്ലവേ ഇല്ല, നമ്മുടെ ഇടയിൽ അതിനായി
സ്തോത്രം. പക്ഷെ അമേരിക്കയിലൊക്കെ വലിയ വലിയ ചർച്ചിൽ വർഷിപ്പ് ചെയ്യാൻ പിള്ളേർ കയറുന്നത് ബിയർ അടിച്ചിട്ടാണ്. ഞാൻ അടുത്ത കാര്യമാണ് എനിക്ക് പറയുന്നത്. നീ അവിടെ ചെന്ന് പ്രസംഗിക്കാനും എനിക്ക് ബുദ്ധിമുട്ടില്ല. വഷളത്വവും കോട്ടയും നിറഞ്ഞൊരു തലമുറയുടെ നടുവിലാണ് നമ്മളായിരിക്കുന്നത്. അവർക്കത് അടിച്ചെങ്കിലേ സ്പിരിറ്റ് വരത്തുള്ളൂ. നമുക്കതില്ലാതെ വരും. ആ സ്പിരിറ്റ്, ആ ഹോളി സ്പിരിറ്റ്. സ്തോത്രം. മറ്റേ ഈവിൾ സ്പിരിറ്റ്. ഇത് തിരിച്ചറിഞ്ഞോ? ഒരു ഭക്തനെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഹോളി സ്പിരിറ്റിൽ ആരാധിക്കുന്നവൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ സംഭവിക്കും, ചില വിടുതലുകൾ വ്യാപരിക്കും. സ്തോത്ര. സഭയ്ക്കകത്ത് തന്നെ അത് കാണുവാൻ പറ്റും. പക്ഷെ മറ്റേ സ്പിരിറ്റിൽ വ്യാപരിക്കുമ്പോൾ സ്തോത്രം. ഞാൻ പറയുന്നില്ല, പോട്ടെ. അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനം നമുക്കില്ല. അടുത്തത് ഉപജീവന ചിന്തകളാലും. അതില്ലാത്ത എത്ര പേരുണ്ട്? ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ഇല്ലേ? എന്തുകൊണ്ട്? ഉപജീവന ചിന്ത. അല്ല പിന്നെ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. കർത്താവ് അടുത്ത മാസം എങ്ങനെ കിട്ടുന്നത് ഇത്രയുമാണ്. എല്ലാം ഗുണിച്ച് ഹരിച്ചു വെച്ചപ്പോ പിന്നെ തികഞ്ഞ നമ്മുടെ മലയാളികളുടെ ഒരു കുഴപ്പം, നമുക്ക് എത്ര കിട്ടിയാലും കാര്യങ്ങൾ തികഞ്ഞു പറ്റത്തില്ല. സ്തോത്രം. അതിന് ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഈ സാലറി കിട്ടുമ്പോഴേ അത് ആദ്യം എടുത്ത് പുട്ടടിക്കാൻ നിൽക്കരുത്. ദൈവനാമത്തിന് കൊടുക്കാനുള്ളത് അങ്ങോട്ട് മാറ്റണം. അത് ദശാംശമോ നിങ്ങളുടെ ഇഷ്ടം പോലെ. എന്നിട്ട് ബാക്കി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുക്കണം. അത് വിഡ്രോ ചെയ്തുകൊണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്യണം. ബ്രദറെ, ഒരു പ്രാവശ്യം വിഡ്രോ ചെയ്തിട്ട് ദൈവസന്നിധിയിൽ ഒന്നിരിക്കണം. കർത്താവേ, 5.2 മീനും കരങ്ങളെടുത്ത് വാഴ്ത്തി നോക്കി നീ 5000ങ്ങളെ പോഷിപ്പിച്ചു. ഞാൻ ഈ നന്മ പ്രാപിപ്പാൻ യോഗ്യനല്ലായിരുന്നു, പക്ഷെ ഈ മണ്ണിൽ നീ എന്നെ കൊണ്ടുവന്നു. എനിക്ക് കരങ്ങൾ പ്രാപിപ്പാൻ യോഗ്യതയില്ലാത്ത ഈ കുവൈറ്റിന്റെ കേടി എന്റെ കരങ്ങൾ മേടിപ്പാൻ എനിക്ക് യോഗ്യത നൽകി. അതെന്റെ മെടുക്കല്ല. എന്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ദൈവദാസന്മാർ എനിക്ക് വേണ്ടി കരഞ്ഞു നിലവിളിച്ച എന്റെ ഫലമാണ്. ഈ നന്മയെ നീ വർദ്ധിപ്പിച്ച് നൽകണം. എന്റെ ആവശ്യങ്ങൾക്ക് ഇത് മതിയാക്കണം. കർത്താവിന്റെ കരങ്ങൾ ഞാൻ ഏൽപ്പിച്ച് തിരികെ പ്രാപിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ഞാൻ ഗൾഫിൽ ജോലി ചെയ്തവനാണെന്നേ 10 വർഷം. ഈ അനുഭവങ്ങളൊക്കെയാണ് നിങ്ങളോട് പ്രസംഗിക്കുന്നത്. സ്തോത്രം. ചോദിച്ചതെല്ലാം കിട്ടിയില്ലെങ്കിലും, ആവശ്യങ്ങളെല്ലാം നടന്നില്ലെങ്കിലും വലിയ സമാധാനം. അങ്ങനല്ലേ വചനം പറയുന്നത്? ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അടുത്ത പദം എന്തുവാ? ചോദിച്ചതെല്ലാം കിട്ടുമെന്നാണോ? നോ. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ പൂർണ്ണമായി കാക്കും. അതുപോലെ നമുക്ക് അതിലെ കർത്താവ് തന്നിട്ട് പോയത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക്. സമാധാനമില്ലാതെ ഭാരപ്പെടുമ്പോൾ, വ്യാകുലപ്പെടുമ്പോൾ, നിന്നെ വല്ലാതെ അസമാധാനം അസ്വസ്ഥപ്പെടുത്തുമ്പോൾ ദൈവത്തോട് കർത്താവേ, നിന്റെ സമാധാനം സകല ബുദ്ധിയായി കവിയുന്ന സമാധാനമാ, അതെന്റെ ഹൃദയത്തിൽ നീ ഒന്ന് പകരം. ഇന്ന് പകൽ ചില വിടുതലുകൾ ഇവിടെ നടക്കുകയാണ്. ചില വ്യത്യാസങ്ങൾ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാത്മാവ് കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുക. ഇന്ന് പകൽ കേൾക്കുന്ന ദൂതിന്റെ മുൻപിൽ നിങ്ങളെ സമർപ്പിച്ച് ദൂത് ഏറ്റെടുക്കുന്നെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ആത്മശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ഒരു വചനത്തിന്റെ ശക്തി ഇന്ന് പകൽ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ആ വചനം നിന്റെ സകല അവസ്ഥകളെയും മാറ്റുവാൻ കഴിവുള്ള വചനമാണ്. എന്നും ദാരിദ്ര്യത്തിൽ കിടക്കുവാൻ ദൈവം നിന്നെ അനുവദിക്കുന്നില്ല. എന്നും ബുദ്ധിമുട്ടിൽ കിടക്കുവാൻ ദൈവം നിന്നെ അനുവദിക്കുന്നില്ല. നിന്റെ അവസ്ഥ മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ദൈവത്തിന്റെ വചനം ജീവനുള്ള വചനമാണെന്നൊക്കെ നമ്മൾ പറയും. ഏതെങ്കിലും ഒരു രാജ്യത്ത് അച്ചടിച്ച പേപ്പറിൽ, ഏതെങ്കിലും ഒരു രാജ്യത്തെ മെഷീനിൽ അച്ചടിച്ച് കേവലം അക്ഷരങ്ങളായി ഒതുങ്ങി ഇതിനകത്ത് ഇരിക്കുന്നതല്ല വചനം. പ്രത്യുത ഇതിനകത്തു നിന്നും ഇറങ്ങി വന്നെന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ തരുവാൻ കഴിവുള്ള ജീവനുള്ള ദൈവത്തിന്റെ വചനം ഇന്ന് പകൽ ഇവിടെ ചലിക്കുന്നുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവജനം ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കോ. ആ വചനം നിന്റെ ജീവിതത്തിൽ വലിയ ചെയ്യോ. ആമേൻ. ആ വചനം നിന്റെ ജീവിതത്തിൽ വിടുതലുകൾ നൽകും. ആ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽ നിന്നിൽ വ്യാപരിച്ചാൽ, ആ വചനം ഇന്ന് പകൽ ഏറ്റെടുത്ത് ഉച്ചരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അസാധ്യങ്ങളെ സത്യമാക്കുന്ന ദൈവം. Nothing is impossible with our God. ദൈവത്തിന് സാധ്യമായ ഒരു കാര്യവുമില്ല. നമ്മുടെ അവിശ്വാസമാണ് പലതും നടക്കാത്തത്. നമുക്ക് ആഴമായി ആർക്ക് വിശ്വസിക്കാൻ കഴിയും? അവിശ്വസിക്കുന്നതിന് വേണ്ടി ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ വിശ്വസിക്കുന്നതിന് വേണ്ടി ദൈവം പലതും ചെയ്യും. അങ്ങനെയല്ലേ വചനത്തിൽ വാക്കുണ്ട്, അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന. ആർക്ക് വേണ്ടി വ്യാപരിക്കുന്ന? വിശ്വസിക്കുന്ന
നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അവന്റെ ശക്തി, ക്രിസ്തുവിന്റെ ശക്തി ഇന്ന് പകൽ അവന്റെ ശക്തി ഇവിടെയുണ്ട്, അവന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന ആത്മശക്തി ഇവിടെയുണ്ട്. അത് ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന പുനരുദ്ധാനത്തിന്റെ ശക്തിയാണെങ്കിൽ അതേ ശക്തി നിന്റെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. ആ ശക്തിയിൽ ഇന്ന് പകൽ ആശ്രയിക്കൂ, ആ ശക്തിയിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽ ആരാധിക്കൂ. അടഞ്ഞ ചില വഴികൾ ആമേൻ യേശുവിന്റെ നാമത്തിൽ. ഈ ദൈവസഭയ്ക്ക് വേണ്ടി ദിവസങ്ങൾ ദൈവം എന്തൊക്കെയാ ചെയ്യാൻ പോവുക കേട്ടോ. ഞാൻ വെറുതെ വിളിച്ചു പറയുകയല്ല. ഈ ദൈവസഭയ്ക്ക് വേണ്ടി ചില മിറക്കിൾസ്, ഈ ദൈവസഭയ്ക്ക് വേണ്ടി ചില മിറക്കിൾസ് ദൈവം ചെയ്യാൻ പോവുക. ദൈവജനം അതിനുവേണ്ടി പ്രാർത്ഥിച്ചോണം. ആത്മാവിൽ ഞാൻ പ്രവചിക്കുക, ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തതും നിങ്ങളുടെ കൺമുൻപിൽ വരുമ്പോൾ വിശ്വസിക്കാൻ കഴിയാത്തതുമായ ചില മിറക്കിൾസ്, ചില അത്ഭുതങ്ങൾ ദൈവം ഈ സഭയ്ക്ക് വേണ്ടി ചെയ്തെടുക്കാൻ പോകുക. ആത്മാവിൽ വിശ്വസിക്കുന്ന ദൈവജനം സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ യേശുവിന്റെ രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്താലും വചനത്താലും ഇന്ന് പകൽ ആമേൻ ജയമെടുത്തു പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഉപജീവന ചിന്തകളാൽ ഭാരപ്പെട്ടു പോകരുത് ലിറ്റോ ബ്രദറെ. ഉപജീവന ചിന്ത എന്ന ഭാരം നമ്മളെ വല്ലാതെ അലട്ടും. അത് നമ്മളെ കൃപയിൽ നിന്ന് പിന്നോട്ട് പിടിക്കുന്നതാവരുത്. നമ്മുടെ പ്രത്യാശയെ നഷ്ടപ്പെടുത്തുവാൻ ഇടയായി തീരരുത്. അതിനെ അനുവദിക്കരുത്. നമ്മുടെ ദൈവത്തിലുള്ള സന്തോഷത്തെ എടുത്തു കളയാൻ അനുവദിക്കരുത്. ആ ഉപജീവന ചിന്ത എന്ന ഭാരം വരുമ്പോൾ മുഴങ്കാലിലൊന്ന് ഇരിക്കെ. ചിലര് സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ഇന്ന് നാട്ടിൽ നോക്കിയാൽ നമുക്കറിയാം വലിയ വലിയ ഡ്രഗ്സ് ആണ്. MDMA, കഞ്ചാവ് തുടങ്ങി എനിക്കറിയില്ല എല്ലാ പേരും. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക, കണ്ടുകൊണ്ടിരിക്കുക ഇപ്പോഴത്തെ തലമുറയുടെ പോക്ക്. പക്ഷെ നമുക്ക് സമാധാനം കണ്ടെത്താനുള്ളത് ഡ്രഗ്സിലല്ല, സീരിയലിലല്ല, സിനിമയിലല്ല, കോമഡി ക്ലിപ്പുകളിലല്ല, പ്രത്യുത ദൈവത്തിന്റെ സന്നിധി. ഈ ദീർഘമണിക്കൂറുകളിലെ സീരിയലും സിനിമയും കണ്ടിട്ട് എഴുന്നേക്കുമ്പോൾ തലയ്ക്ക് എന്തോ പെരുപ്പ അല്ലേ? കണ്ടിട്ടുള്ളവർക്കറിയാം. പക്ഷെ ഒരു ദൈവത്തിനെ സംബന്ധിച്ച് ഏത് പ്രതിസന്ധിയിലും ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയ അപ്പ എന്നൊരൊറ്റ വിളി വിളിച്ചാൽ മതി. ഹൃദയം തകർന്ന് യേശുവേ എന്നൊരു വിളി വിളിച്ച ഇന്ന് വായിക്കുന്ന യേശുവേ എന്ന് വിളിക്കാൻ തയ്യാറാകുന്നു. നിന്റെ വിളി മറികടന്ന് പോകുന്ന ഒരു ദൈവം അല്ലെന്ന് എന്റെ ദൈവം. ആ നിലവിളിയുടെ മുൻപിൽ നിന്ന് നിനക്ക് വേണ്ടി ചിലത് ചെയ്തു തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. നിനക്ക് വേണ്ടി ശ്രേഷ്ഠമായ ഒരു ഭാവി നിന്റെ കണ്ണുകളുടെ മുൻപിൽ നിനക്ക് വിശ്വസിപ്പാൻ കഴിയാത്ത നിലകളിൽ എന്റെ ദൈവമേ ഇതിന് ഞാൻ യോഗ്യയല്ലെന്ന് നീ നിലവിളിക്കത്തക്ക നിലകളിൽ ചില അത്ഭുതങ്ങളെ നിനക്ക് വേണ്ടി ദൈവം ഈ ദിവസങ്ങളിൽ ചെയ്യും. വിശ്വസിച്ചേറ്റെടുത്തോ. ദൈവം അത് ചെയ്യുവാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണെന്നേ. വാക്ക് പറഞ്ഞാൽ മാറാത്തൊരു ദൈവമായ എന്റെ നിങ്ങളുടെ ദൈവം ഇന്ന് പകൽ വിളിക്ക് യേശുവിനെ. എന്റെ യേശുവേ എനിക്ക് വേണ്ടി നീ എഴുന്നേൽക്കണമേ, എനിക്ക് വേണ്ടി നീ അത്ഭുതം ചെയ്യണമേ എന്ന് വായി തുറന്ന് ആര് വിളിക്കുന്നുവോ അവന് വേണ്ടി ഇന്ന് പകൽ അവൻ അഗ്നിജാലക്കുന്ന കണ്ണുള്ള മാനത്ത് പൊൻകച്ച് കെട്ടിയ കാലുകൾ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവാനായ യേശു കർത്താവ് നിനക്കായി പത്മോസ് ദ്വീപിലും ഇറങ്ങി വരും. പത്മോസ് ദ്വീപിലും ഇറങ്ങി വരും. ഏകാന്തതയുടെ നടുവിലാണ് അവൻ ഇറങ്ങി വരുന്നത്. ഒറ്റപ്പെടലുകളുടെ നടുവിൽ അവൻ ഇറങ്ങി വരുന്നത്. തള്ളുന്നവരുടെ നടുവിൽ അവൻ ഇറങ്ങി വരുന്നത്. നിന്നെ പരിഹസിക്കുമ്പോൾ അവൻ ഇറങ്ങി വരുന്നത്. നിന്നെ നിന്ദിക്കുമ്പോൾ അവൻ ഇറങ്ങി വരുന്നത്. എല്ലാവരും നിന്നെ അവൻ വിടക്കണ്ണി തള്ളിക്കളയുമ്പോൾ അവന്റെ സാന്നിധ്യം നിനക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ഇന്നു മുതൽ അവന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഓ ഹല്ലേലൂയ. Thank you Jesus. Thank you Holy Spirit for your mighty presence. Thank you Jesus for your wonderful presence. ഒരിക്കൽ വ്യർത്ഥമായി വഴിയരികയിരുന്ന് നിലവിളിച്ച് നമുക്കറിയാം. യേശുവേ ദാവീദ് പുത്ര, നമുക്കെല്ലാം അറിയാവുന്ന ചരിത്രം. എന്നോട് കരുണ തോന്നണം. കടന്നു പോകുന്നവർ മിണ്ടാതിരിക്കാൻ ശാസിച്ചു. പക്ഷെ അവൻ മിണ്ടാതിരുന്നോ? അവൻ ഉറക്കത്തിൽ വിളിക്കാൻ തുടങ്ങി. കാരണം അവനറിയാം കടന്നു പോകുന്നവൻ സാധാരണപ്പെട്ട ഒരുവനല്ല. മറ്റൊരു വെളിപ്പാടൂടെ അവൻ ലഭിച്ചു. അതുകൊണ്ട് അവൻ നിലവിളിച്ചത് എന്താണെന്നറിയാമോ? യെരൂശലേമിൽ നിന്നും യേശു യാത്ര യഹൂദിലേക്ക് പോകുന്ന ഈ യാത്ര ക്രൂശീകരണത്തിന് മുമ്പുള്ള അവസാന യാത്ര. ഈ ബർത്തിമായിക്ക് മനസ്സിലായി ഇത് യേശുവിന്റെ അവസാന യാത്ര. യേശുവിനും അറിയാം ഇവനെ സൗഖ്യമാക്കുവാൻ ഇതുവഴി എനിക്കിനി ഒരു യാത്രയിൽ ഇനി ഞാൻ ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്.
യേശു അവന്റെ നിലവിളിയുടെ മുൻപിൽ നിന്നു. അവന്റെ ജീവിതത്തിലെ ലാസ്റ്റ് ചാൻസ് ആണെന്ന് കൃത്യമായി മനസ്സിലായി. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയട്ടെ, ചിലരുടെ ജീവിതം ചില വിഷയങ്ങളെ ലാസ്റ്റ് ചാൻസ് ആയി വെളിപ്പെട്ട് നിൽക്കുക. ദൈവകരങ്ങളിൽ വിശ്വസിച്ചേൽപ്പിച്ച് ആരാധിക്കുന്നവന് വേണ്ടി നീ ആഗ്രഹിക്കുന്ന വിഷയത്തിന്റെ ലാസ്റ്റ് ചാൻസ് ആയി ആത്മാവിന്റെ പകൽ ചിലർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക. ആത്മാവിന്റെ പകൽ ചിലർക്ക് വേണ്ടി വാദിച്ചു നിൽക്കുക. ആത്മാവിന്റെ ചിലർക്ക് വേണ്ടി ചലിച്ചു നിൽക്കുക. വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവന് വേണ്ടി ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ചിലത് ചെയ്യാൻ പോകുക. There is victory in the blood of Jesus. യേശുവിന്റെ രക്തം വചനം ജയമെടുക്കുന്നു. Glory to God. Hallelujah. നമ്മൾ പ്രശ്നങ്ങളുടെ മുൻപിൽ, പ്രതിസന്ധികളുടെ മുൻപിൽ വാടി തളരേണ്ടവരല്ല ദൈവമക്കളെ. അല്ല പിന്നെ നമ്മൾ ലോക മനുഷ്യർ, നമ്മളെ വ്യത്യാസം എന്നാ? ഞാന് ദുബായിൽ ജോലി ചെയ്യുമ്പോ അവസാനത്തെ 2 വർഷം മുമ്പ് പോരുന്നതിന് മുമ്പ് എൻ്റെ ഫാമിലിയെ ദുബൈയിലൊന്ന് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് അതിനുള്ള സാലറി ഇല്ല. പക്ഷെ കമ്പനി ആ സാലറി ഒക്കെ സെറ്റ് ചെയ്ത് ലെറ്റർ തന്നു, വിസയും തന്നു. അപ്പൊ അവരെ കൊണ്ടുവരാൻ വേണ്ടി പിറ്റേ ദിവസം കേരളത്തിലേക്ക് യാത്ര പുറപ്പെടുക. യാത്ര പുറപ്പെടണമെങ്കിൽ കമ്പനിയിൽ നിന്ന് 2 മാസം പെൻഡിംഗ് ആയി കിടക്കുന്ന സാലറി ലഭിക്കണം, ടിക്കറ്റ് ലഭിക്കണം, അതെല്ലാം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യാത്ര ചെയ്യുന്ന അതേ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് പഞ്ച് ചെയ്ത് പുറത്തിറങ്ങി മാനേജറെ കണ്ടപ്പോൾ പറഞ്ഞു, നോ മണി നോ ടിക്കറ്റ്, എങ്ങനെങ്കിലും പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ആകെ തകർന്നു. എൻ്റെ അന്ന് 2 ദിറംസ് ഉണ്ട്, 2 ദിറംസ്. അതെൻ്റെ വീട്ടിലേക്ക് ടാക്സി പിടിച്ച് പോകാനുള്ള ദിറംസ് കരുതിയതാ. വലിയ പ്രതീക്ഷയോടെ വന്നേ. ചർച്ചിൽ അനൗൺസ് ചെയ്തു, ഇന്ന് രാത്രി 8:30 മണിക്ക് ഞാൻ വീട്ടിൽ നിന്നും പോകും, രാത്രി 12 മണിയുടെ ഫ്ലൈറ്റിന് നാട്ടിൽ പോകണം. നാട്ടിൽ വിളിച്ചു പറഞ്ഞു, കാറുമായി ട്രിവാൻഡ്രത്ത് വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ആഘോഷമാണ്. കാറൊക്കെ വിളിച്ച് വീട്ടുകാരെല്ലാം ടാക്സി അറേഞ്ച് ചെയ്ത് എല്ലാവരും വരാൻ റെഡിയായിരിക്കുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ സിംഗിൾ ഫീൽസ് ഇല്ല, ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ഞാൻ തകർന്ന മനസ്സോടെ 2 രൂപ കൊടുത്തിട്ട് ടാക്സി ഷെയർ ചെയ്ത് എൻ്റെ വീട്ടിൽ വന്നതുകൊണ്ട് എനിക്ക് ഓർമ്മ. അവിടെ വരുമ്പോൾ തല കറങ്ങുന്നുണ്ട്, വോമിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ദൈവമാ പറഞ്ഞു മുട്ടുകൂത്താൻ പറഞ്ഞു. ഞാൻ അന്ന് എൻ്റെ ബ്രദറാണ് അവിടെ ദുബൈയിലെ ചർച്ചിൻ്റെ പാസ്റ്റർ. അപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അന്ന് ഞാനൊരു വിരിച്ചങ്ങോട്ട് ഇട്ടിട്ട് അതേ ഡ്രസ്സോടെ മുഴങ്കാൽ വീണ്, എൻ്റെ അപ്പ നീ എന്നെ സഹായിക്കണമേ എന്നൊരൊറ്റ വിളി. അതൊരു വല്ലാത്ത സിറ്റുവേഷനാണ്. എൻ്റെ ബലം മുഴുവൻ ക്ഷയിച്ചു. എൻ്റെ ബലവും എൻ്റെ ശക്തിയും എൻ്റെ ആശ മുഴുവനും നശിച്ചിട്ട് എൻ്റെ കർത്താവിനെ ഞാൻ ഉറക്ക വിളിച്ചു, യേശുവേ എന്നെ സഹായിക്കണമേ. ദൈവങ്ങളെ, അതേ മൊമെന്റിൽ എൻ്റെ ടെലിഫോൺ റിങ് ചെയ്യുക. നടന്ന സംഭവം പറയുന്നത്. കമ്പനിയിൽ നിന്ന് വിളിക്കുക, ജെയിംസ് യുവർ ടിക്കറ്റ്സ് ആൻഡ് മണി ഈസ് റെഡി, കം ആൻഡ് കളക്ട്. എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. നമ്മുടെ ദൈവം ഒറ്റ സെക്കൻഡ് കൊണ്ട് കാര്യങ്ങൾ മാറ്റി മറിക്കുന്നു. ദൈവത്തിന് ദിവസങ്ങൾ വേണ്ട നിന്റെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരുവാൻ. ദൈവത്തിന് മണിക്കൂറുകൾ വേണ്ട നിന്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ തരുവാൻ. ദൈവത്തിന് മാസങ്ങൾ വേണ്ട കാത്തിരിക്കുവാൻ. ഒരൊറ്റ നിമിഷം ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാനും നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനും ആകാശം ചായ്ച്ചിറങ്ങി വരുന്നവൻ, ആമേൻ, കെരൂബിനെ വാഹനമാക്കി പറന്നു വരുന്നവൻ, അഗ്നിജ്വാലയിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവം എനിക്കും നിനക്കും വേണ്ടി ഇറങ്ങി വരുവാൻ ഇന്നും മതിയായ ദൈവമത്രേ. ഹല്ലേലൂയ. ഒത്തിരി അനുഭവങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ പറയാം. ഞാൻ അനുഭവത്തോട് ചേർന്നാണ് പ്രസംഗിക്കുന്നത്. വേറൊരാൾ പ്രസംഗം കോപ്പിയടിച്ച് പ്രസംഗിക്കുന്ന പരിപാടിയേ എനിക്കില്ല. ഒത്തിരി രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. 120-ലധികം സന്ദേശങ്ങൾ കർത്താവിന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. പക്ഷെ ഓരോ സന്ദേശവും ദൈവസഭയ്ക്ക് വേണ്ട ദൂത് മാത്രമേ എടുക്കാറുള്ളൂ. ഇന്ന് പകൽ ഈ ദൈവസഭയ്ക്കും ദൈവജനത്തിനും വേണ്ട ദൂതാണ് പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങളുടെ നടുവിൽ നീ മനുഷ്യനിൽ ആശ്രയിക്കണ്ട. നിന്റെ വല്ലായ്മയിലും ഇല്ലായ്മയിലും നീ മനുഷ്യന്റെ മുന്നിൽ കര നീട്ടണ്ട. മനുഷ്യൻ തന്ന പരിധിയുണ്ട്, പരിമിതിയുണ്ട്. അളവ് കൂടാതെ അളന്നു തരുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി. ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ള സകലത്തെയും നിയന്ത്രിക്കുന്നവനും സകലത്തെയും സൃഷ്ടിച്ചവനുമായ, സകലത്തെയും അവൻ അടക്കി ഭരിക്കുന്ന, പർവ്വതങ്ങളെ വെള്ളി തുലാസിൽ തൂക്കുന്ന, ഭൂമിയിലെ പൊടിയെ നാഴിൽ കൊള്ളിക്കുന്ന, അവൻ സമുദ്രജലത്തെ കൈക്കൊമ്പിളിൽ ഒതുക്കുന്ന ഒരു വലിയ ദൈവമാണ് എന്റെയും നിന്റെയും ദൈവമെങ്കിൽ ഇന്ന് പകൽ നിന്റെ ഏത് ആവശ്യവും ആ കർത്താവിന്റെ കരങ്ങളിൽ ഒന്ന് ഇറക്കി വെക്കുക. ചുമ്മാ അല്ല പറഞ്ഞേക്കുന്നത്, നിന്റെ ഭാരം കോടമേൽ വെച്ചുകൊള്ളുക. നീതിമാൻ കുലുങ്ങിപ്പോകുക. പക്ഷെ നമ്മുടെ കുഴപ്പം, നമ്മൾ ഭാരം ആരാധനാലയത്തിൽ വരുമ്പം ഇറക്കി വെക്കും, പോകുമ്പം
എടുത്തോണ്ട് പോകും അല്ലേ? അതാ സംഭവിക്കുന്നതിന് നമ്മുടെ മാർക്ക് വിശ്വാസം ഒരു ഒരു ഉദാഹരണം പറഞ്ഞു, ഒരു കഥയാണ്. കൊട്ട ചുമന്ന അമ്മച്ചി എന്നാ അതിന്റെ പേര്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരപ്പച്ചനും അമ്മച്ചി, അവർക്ക് മക്കളില്ല, പ്രായം ചെന്നു. കല്യാണം കഴിച്ച നാളെ മുതലേ അടിപിടിയുക. അടിപിടിയുള്ളവർ വല്ലതും ഇവിടെ ഉണ്ടോ കുടുംബത്തിൽ? ഉണ്ടെങ്കിൽ ഇന്ന് നിർത്തിക്കോണം. സ്തോത്രം. മുപ്പിരിച്ചരുടെ വേഗത്തിൽ കർത്താവിനോട് ഒന്നിച്ച് വസിച്ചോണം. ഏതവസ്ഥയിലും സന്തോഷത്തോടെ പൊക്കോണം. ഭാര്യ ഭർത്താവിനെ പഴിക്കണ്ട, ഭർത്താവ് ഭാര്യയെ പഴിക്കണ്ട, നിങ്ങൾ കുഞ്ഞുങ്ങളെ പഴിച്ചാരണം ഒന്നും വേണ്ട. കുഞ്ഞുങ്ങൾ നിങ്ങളെ കണ്ടാ പഠിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ പാഠശാല ഭവനമാണ്. നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതുപോലെ അവരുടെ അതാണ് അവരിൽ മോൾഡ് ആവുന്ന അവരുടെ സ്വഭാവം. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എങ്ങനെ സ്നേഹത്തോടെ പെരുമാറുന്നത് കുഞ്ഞുങ്ങൾ വാച്ച് ചെയ്യും. അത് അവരിൽ മോൾഡ് ആവുന്ന സ്വഭാവ രൂപീകരണം. അതവിടെ നിൽക്കട്ടെ. അപ്പോ ഈ അപ്പച്ചനും അമ്മച്ചി എന്നും അടിയും വഴക്കും. പ്രായം ചെന്നു, അമ്മച്ചിക്ക് തീരെ സഹിക്കാൻ പോയി. ഒടുവിൽ അമ്മച്ചി ഒരു കഠിന തീരുമാനമെടുത്തു. ഇനി ഈ മനുഷ്യന്റെ കൂടെ ഞാൻ താമസിക്കുന്നില്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോവാം. ആങ്ങളമാരൊക്കെ ഉണ്ട്. അന്ന് വണ്ടിയൊന്നുമില്ല, ഒന്നീ കാളവണ്ടി അല്ല നടരാജൻ, ഇത് രണ്ടുപേരേ ഉള്ളൂ, നടന്നു പോകണം. അങ്ങനെ അമ്മച്ചിയുടെ അന്നത്തെ സമ്പാദ്യ സാധനങ്ങൾ ഒരു വല്ലംകൊട്ട, ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല വല്ലംകൊട്ട എന്നൊക്കെ പറഞ്ഞു, ഇത് വലിയ ബക്കറ്റ്, അത് നിറച്ച് പറക്കി അടുക്കി വെച്ചു. കൊട്ടയുടെ മൂടി അടച്ചു. അയൽവക്കത്ത് യാത്ര പറയാൻ പോയി. വളരെ കണ്ണുനീരോടെ അയൽവക്കക്കാരെല്ലാം ദീർഘനാളുകൾ ആ ഗ്രാമത്തിൽ താമസിച്ച അമ്മച്ചിയാണ്. വളരെ ദീർഘനാളത്തെ സഹകരണങ്ങൾ. അമ്മച്ചിയുടെ ആ ഒരു യാത്ര ഗ്രാമവാസികളെ കണ്ണീരിലാഴ്ത്തി. കണ്ണുനീരോടെ അമ്മച്ചിയുടെ തലയിൽ കൊട്ട വെച്ചു കൊടുത്ത് യാത്രയാക്കി. അമ്മച്ചി മൈലുകൾ നടന്ന് സന്ധ്യയോടെ അടുപ്പിച്ച് വീട്ടിലെത്തി. ആങ്ങളമാരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കുശല സംസാരത്തിന് ശേഷം ഡ്രസ്സ് മാറുവാൻ കൊട്ട തുറന്നപ്പോൾ കൊട്ടയ്ക്കകത്ത് അപ്പച്ചനിരിപ്പുണ്ട്. സ്തോത്രം. അപ്പൊ നമ്മൾ ഇതുപോലല്ലേ, ഭാരം ചുമന്നുകൊണ്ട് ഇങ്ങോട്ട് വരും, ഇവിടെ വന്ന് ഇറക്കി വെക്കും. പോകുമ്പോൾ ഭാരം മൊത്തം ഇറക്കി വെച്ചോണം കർത്താവിന്റെ സന്നിധി. അവസ്ഥകളെ ദൈവം മാറ്റും, സാഹചര്യങ്ങളെ ദൈവം മാറ്റിമറിക്കും. കുവൈറ്റിന്റെ മണ്ണിൽ ശക്തമായ അഭിഷേകത്തിന്റെ ശുശ്രൂഷ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. അതിലൂടെ ദൈവം അവസ്ഥകൾക്ക് മാറ്റം തരും, സാഹചര്യങ്ങളെ മാറ്റിമറിക്കും. സ്തോത്രം. അപ്പൊ ഭാരം എവിടെ ഇടാൻ പറഞ്ഞേക്കുന്നേ? ഞാൻ ചോദിക്കട്ടെ, പൂർണ്ണമായിട്ട് കർത്താവിന്റെ ചുമലിൽ ഭാരം ഒന്ന് വെക്കാമോ? അങ്ങനെയാണെങ്കിൽ ഉപജീവന ചിന്തകളാൽ ഭാരപ്പെട്ടിട്ട് ആ ദിവസം കണി പോലെ എന്ത് വരത്തില്ല? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉപജീവന ചിന്ത എന്ന ഭാരം കണി പോലെ വരാതിരിക്കാൻ സൂക്ഷിക്കാൻ കർത്താവ് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ കർത്താവിലുള്ള ചിന്തകളെക്കാൾ, ദൈവീകാര്യത്തിലുള്ള ചിന്തകളെക്കാൾ നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്കും ആ നിലകളിലും നമ്മൾ വല്ലാതെ ഭാരപ്പെടുക. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ചിലർ ചർച്ചയിൽ വരുന്നില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നില്ല. എത്ര ഭവനങ്ങൾ കുടുംബ പ്രാർത്ഥനയുണ്ട്? കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി ഒരു നേരമെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഞങ്ങളൊക്കെ രാവിലെ 5 മണിക്ക് വിളിക്കും പ്രാർത്ഥിക്കാൻ. ഞങ്ങൾ 7 മക്കളായിരുന്നു. 5 മണിക്ക് എഴുന്നേറ്റില്ലെങ്കിൽ വെള്ളം തലയിൽ കൂടെ എടുത്തൊഴിക്കും. തണുത്ത് കുറച്ച് കിടക്കുന്ന സമയത്താ ഒരു കലം വെള്ളം എടുത്ത് എന്ത് ചെയ്യും? അത് 7 ഒന്നിച്ചാ കിടക്കുന്നത്. ഒറ്റ വീശിയാൽ മതി, 7 പേരുടെ ദേഹത്ത് വീഴും. എഴുന്നേപ്പിച്ച് കൊണ്ടിരുത്തി വലിച്ചും നിർബന്ധിച്ചും കൊണ്ട് പായലിരുത്തിയാണ് പ്രാർത്ഥിപ്പിച്ചതെങ്കിലും അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം മോളെ വേറെ 1000 ദിവസത്തേക്കാൾ മൊബൈലിലുള്ള കളികൾ നിർത്തണം കുഞ്ഞുങ്ങൾ. ഇന്ന് RCCയിലെ ഡോക്ടേഴ്സ് കഴിഞ്ഞ 2 വർഷം പുറത്തുവിട്ട റിപ്പോർട്ട്, 99% കുട്ടികളുടെ ബ്രെയിൻ ട്യൂമറിന് കാരണം മൊബൈൽ ഉപയോഗം. നിങ്ങളത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാക്കാതിരിക്കാൻ, കുഞ്ഞുങ്ങൾ ശല്യപ്പെടുത്താതിരിക്കാൻ മാതാപിതാക്കൾ എന്ത് ചെയ്യും? ഒരു മൊബൈല് ഇവനെ എന്തൊക്കെ കാണുന്നു, ഇവിടെയൊക്കെ കയറും. പക്ഷെ ഇതിന് അഡിക്റ്റായി തീർന്നാൽ വലിയ വിഷയമാണ്. മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ത് വില കൊടുത്തും നിങ്ങൾ അതിൽ നിന്ന് കുഞ്ഞുങ്ങളെ പിന്തിരിപ്പിക്കണം. മൊബൈൽ യൂസ് ചെയ്യാൻ പഠനാവശ്യത്തിനല്ലാതെ. ഞാൻ എൻ്റെ ഒറ്റ മോളേ ഉള്ളൂ എനിക്ക്. എൻ്റെ വൈഫ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ, പക്ഷെ VA തോമസ് എന്ന് പറഞ്ഞ അനുഗ്രഹീത ഒരു പ്രഭാഷകനുണ്ടായിരുന്നു ഷാൽ. അദ്ദേഹം ഇന്ന് മരിച്ചു, നിത്യയിൽ വിശ്രമി. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ മേഴ്സിയാണ് എൻ്റെ വൈഫ്. എനിക്കൊരു മകളേ ഉള്ളൂ, കെസിയ. പാട്ടുകൾ എഴുതും, പ്രസംഗിക്കും, ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, യൂട്യൂബ് ചാനലുകളുണ്ട്. ഇന്നിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് PG ചെയ്യുന്നു. സ്തോത്രം. ഞാൻ അവൾ കോളേജിൽ കയറിയ ശേഷമാണ് മൊബൈൽ കൈ കൊടുത്തത്. പക്ഷേ രാത്രി കിടക്കുന്നതിന് മുമ്പ് മൊബൈൽ സറണ്ടർ ചെയ്യിക്കും. കുഞ്ഞുങ്ങളെ കൊടുത്തു വിടത്തില്ല, കൊടുത്തു വിടരുത്. കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ എന്ത് ചെയ്യരുത്? മൊബൈൽ കൊടുത്തു ഒരു കാരണവശാലും വിടരുത്. നിങ്ങളത് മേടിച്ചു വെക്കണം. അത്രയും സമയമെങ്കിലും ഇവർ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങട്ടെ. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഉറക്കമില്ല, ഭ്രാന്തന്മാരെ പോലെ നടക്കുന്നേ. അവർക്ക് പകല, രാത്രി അവർക്ക് പകല.
ഈ നിലകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വിടരുത്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറില്ല. നമ്മുടെ തലമുറകളെ ഓർത്ത് വളരെ നിലവിളിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ദൈവം നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുക. അതുകൊണ്ട് മൊബൈൽ ഉപയോഗം കുറയ്ക്കണം. കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമയം പിശാചിന് കൊടുക്കരുത്. വചനം വായിക്കേണ്ട സമയം പിശാചിന് കൊടുക്കരുത്. ഇത് പിശാച് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു തന്ത്രമായി മൊബൈൽ. ഇതിനകത്ത് ഇല്ലാത്തതായിട്ട് എന്താ ഉള്ളത്? എല്ലാം ഉണ്ട്. സ്തോത്രം. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തെറ്റേതാ ശരിയേതാ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ ഉറങ്ങുമ്പോഴാണെങ്കിലും അവരുടെ അരികിൽ ചെന്ന് അവരുടെ തലയെ കൈവച്ച് അവർക്ക് വേണ്ടി യേശുവിന്റെ രക്തം കൊണ്ട് വചനം കൊണ്ട് മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കണം. അവർ യേശുവിന്റെ വകയായി അവൻ നാളെ അവൻ കർത്താവിന് വേണ്ടി നിലന്ന് ഫലം പടിയായി തീരേണ്ടതിന് അവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നാം പ്രാർത്ഥിക്കണം. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപാകെ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടത് സദാകാലവും ഉണർന്നും. മൊബൈൽ ഉപയോഗം കുറച്ചോണം കേട്ടോ. സ്തോത്രം. അതൊക്കെ അത്ര നല്ല ഹാബിറ്റ് അല്ലെന്നേ. സ്തോത്രം. അതൊക്കെ കുറയ്ക്കുന്ന നല്ല. മോള് കുറച്ച് നോക്കണേ. ഭയങ്കര ബ്ലെസ്സിങ്. ആ സമയം എന്ത് ചെയ്യണം? വചനം വായിക്കണം. സ്തോത്രം. എവരി ഡേ ഷുഡ് യു വാണ്ട് ടു റീഡ് ബൈബിൾ. ചിൽഡ്രൻസ് ബൈബിൾ മെഡിറ്റേഷൻ ആൻഡ് പ്രയർ. ഇത് രണ്ടും ഇല്ലാതെ ഒരു വ്യക്തിക്ക് ആത്മീയമായി വളരാൻ കഴിയത്തില്ല. കഴിവോ ദിവസനെ ഞങ്ങളെയൊക്കെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിൽ വളർത്തിയത് ബൈബിൾ ധ്യാനവും പ്രാർത്ഥനയുമാണ്. എന്തിനാ ബൈബിൾ വായിക്കുന്നത് മോളെ? എന്തിനാ ബൈബിൾ വായിക്കുന്നത്? പറഞ്ഞേ. എനി ആൻസർ. ഓക്കെ. ടു നോ ഗോഡ്. നല്ല 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 ആശയമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ബൈബിൾ വായിക്കുന്നവനോട് ദൈവം സംസാരിക്കും. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കും. ടു വേയും വേണം. വൺ വേ പോരാ. ചിലർ പ്രാർത്ഥിക്കത്തേ ഉള്ളൂ അല്ലേ? കിടക്കാൻ നേരം മാത്രം ഇതാ മലക്കുന്നതെന്ന് പറഞ്ഞ് കുരിശം വരച്ച് നമുക്ക് ക്ഷീണം. ഡ്യൂട്ടിയൊക്കെ ശരിയാണ്. ഡ്യൂട്ടിയൊക്കെ ചെയ്ത് നിന്നും ഇരുന്നും എഴുന്നേറ്റും വലിഞ്ഞും ഒക്കെ ജോലി ചെയ്ത് വീട്ടിൽ വരുമ്പോൾ പിന്നെ പ്രാർത്ഥിക്കാൻ നമുക്ക് എന്തില്ല. പിന്നെ കിടക്കലോട്ട് ഇരുന്നിട്ട് കർത്താവേ കാത്തോണെ എന്ന് പറഞ്ഞിട്ട് ഒറ്റ മറിച്ചില്ല. മിക്കവാറും നടക്കുന്നിടത്തെ കാര്യമാണ്. അതൊന്ന് മാറ്റണം. ക്ഷീണമുണ്ടെങ്കിലും നീ ഒന്ന് പ്രാർത്ഥിക്കാനിരിക്കും. സ്തോത്രം ചെയ്ത് തുടങ്ങും. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന അത്യന്തമായ ശക്തി മൺകൂടാരത്തിൽ നൽകി നമ്മളെ ബലത്തോടെ നമ്മുടെ ദൈവത്തിൽ നിർത്താൻ കഴിയും. സ്തോത്രം. അപ്പൊ ബൈബിൾ വായിക്കുന്ന എന്തിനാ മോനെ? ദൈവശബ്ദം കേൾക്കണമെങ്കിൽ. ഞാൻ പാർക്കുന്ന വീടുകളിൽ കുഞ്ഞുങ്ങളോട് പറയും, ഇത് ഈ ടീച്ചിങ് അവർക്ക് കൊടുക്കും. എന്നിട്ട് പറയും, നിങ്ങൾ ബൈബിൾ വായിക്കണം. വായിച്ചിട്ട് എൻ്റെ മോളെ 5 വയസ്സ് മുതൽ ഞാൻ ബൈബിൾ റീഡിങ് പഠിപ്പിച്ചു. അവള് ഇന്നും ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുൻപ് രാവിലെ എഴുന്നേറ്റ് ബൈബിൾ മെഡിറ്റേറ്റ് ചെയ്ത് അവളോട് ദൈവം സംസാരിച്ചത് ഡയറിയിൽ കുറിക്കും. ബൈബിൾ ചുമ്മാ വായിച്ചിട്ട് കാര്യമില്ല. അതിനകത്തുനിന്ന് എന്താണ് നമ്മൾ കേട്ട ദൈവശബ്ദം അത് എഴുതി വെക്കണം. ഇന്ന് എന്നോട് എന്താണ് എൻ്റെ ദൈവം സംസാരിച്ചത്? അതിനാ ബൈബിൾ തന്നിരിക്കുന്നത്. സകല മനുഷ്യനും വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന എഴുതപ്പെട്ട വചനം, ജീവനുള്ള ദൈവത്തിന്റെ ദൈവനിശ്വാസ്യമായ ജീവനുള്ള വചനം എന്നെയും നിങ്ങളെയും നീതിയിലും സത്യത്തിലും വഴി നടത്തുന്ന ദൈവ ശബ്ദമാണ്. ഏറ്റെടുക്കുന്നവർക്ക് അനുഗ്രഹമുണ്ട് കേട്ടോ. അത് ഏറ്റെടുക്കുന്നവർക്ക് അനുഗ്രഹമുണ്ട്. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശബ്ദം യേശുപ്പച്ചൻ കേൾക്കും. വചനം വായിക്കുമ്പോൾ നമ്മളോട് യേശുപ്പച്ചൻ എന്ത് ചെയ്യും? സംസാരിക്കും. ഇത് രണ്ടും ആവശ്യമാണ്. ഫോൺ വിളിച്ചാൽ നമ്മളോട് ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ നിന്ന് എന്തൊരു സംസാരം വന്നാൽ നമുക്ക് വിഷമമല്ലേ? രണ്ടും ഒരുപോലെ എന്താണ്? മുതിർന്നവരോട് ഞാൻ പറയുക, നിങ്ങൾ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഞാൻ സന്ദേശം ഇവിടെ ദീർഘമാക്കുന്നില്ല. ഒരു അനുഭവം പറഞ്ഞൊരു പാട്ടിന്റെ അടിയുടെ പാടി അത് എഴുന്നേറ്റ് ദൈവത്തെ ആരാധിച്ചിട്ട് അതേ ശുശ്രൂഷ അവസാനിപ്പിക്കാനാണ് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. ഈ വചനത്താൽ നിങ്ങൾ പരിപോഷിക്കപ്പെട്ടു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരു അനുഭവം കൂടെ ഞാൻ പറയാം. എൻ്റെ മുൻപിൽ 5 മിനിറ്റ് കൂടെ. 2018 ഫെബ്രുവരി മാസം 17-ാം തീയതി ഞാൻ നാട്ടിൽ ഡിന്നർ കഴിച്ചു കഴിഞ്ഞപ്പോൾ തൊണ്ടയ്ക്ക് വലിയൊരു മുള്ള പോയി. ചിലർ പറഞ്ഞിട്ട് ആക്രാന്തം കുറച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും കൊള്ളാം, മുള്ള കുടുങ്ങി. അപ്പൊ എനിക്ക് ഹാർട്ടിന്റെ സർജറി കഴിഞ്ഞതുകൊണ്ട് ബ്ലഡ് തിന്നർ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. നന്നായി ബ്ലീഡിങ് ആരംഭിച്ചു. അടുത്ത ഹോസ്പിറ്റലുണ്ട്, പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന വൈഫും കുഞ്ഞുമൊക്കെ നിർബന്ധിക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞില്ല, പിറ്റേ ദിവസം സൺഡേ ആണ്, ചർച്ചിൽ ശുശ്രൂഷിക്കണം, വർഷിപ്പ് ചെയ്യണം, പ്രസംഗിക്കണം, എല്ലാം ചെയ്യണം. വളരെ വേദനയോടെ അന്ന് രാത്രി കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ അതിഭയങ്കര സ്വെല്ലിങ്, അതിഭയങ്കര വേദന, ഒരു വാക്കുച്ചരിക്കാൻ വയ്യ. ഞാൻ വളരെ ഭാരത്തോടെ താഴെ ഇറങ്ങി വന്ന് താടിക്ക് കൈകൊടുത്ത് വിഷമിച്ചിരിക്കുക. ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടു. വേഗത്തിൽ ചർച്ചിൽ പോകാൻ റെഡിയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവ് വയ്യ.
എന്നിട്ട് ദൈവന്മാരോട് പറഞ്ഞു, ഒരു പാട്ട് തന്നിട്ട് പറഞ്ഞു, ഈ പാട്ട് പാടി ഇന്ന് നീ എന്നെ ആരാധിക്കണം. ഇത്രേ പറഞ്ഞോളൂ. ആ പാട്ട് ഏതാണെന്നറിയാമോ? ഞാൻ നിന്നെ സൗഖ്യമാക്കും. അന്ന് വരെ ഞാൻ ആ പാട്ട് പാടിയിട്ടില്ല, വ്യക്തിപരമായി പാടിയിട്ടില്ല, പബ്ലിക്കിൽ പാടിയിട്ടില്ല. എന്തുകൊണ്ട്? പക്ഷെ വേഗത്തിൽ വൈഫിനോട് കുഞ്ഞോട് റെഡിയാവാൻ പറഞ്ഞു. ഞങ്ങൾ ചർച്ചിൽ പോയി. സാംസ് റീഡിങ്ങിന് ശേഷം ഈ പാട്ട് ഞങ്ങൾ പാടി. ആരാധനയുടെ മധ്യത്തിൽ വലിയൊരു ദൈവശക്തി ഇറങ്ങി വന്നു. ദൈവങ്ങളെ, അതേ നിമിഷത്തിൽ ദൈവം എന്നെ സൗഖ്യമാക്കി. എന്റെ മുള്ളതിലെ പോയെന്നറിയില്ല, എന്റെ സ്വെല്ലിംഗ് ഇതിലെ പോയെന്നറിയില്ല. 2018 ഞാൻ റിലീസ് ചെയ്ത യാഹ്വേ അവർ ഹീലർ എന്ന ആ CD-യിൽ ഞാൻ എൻ്റെ അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. അനേകർ എന്നെ വിളിക്കുവാനും ആമേൻ ദൈവത്തിന്റെ മഹത്വത്തെ അവരോട് പിന്നെയും പറയുവാനും ഇടയായി. നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നിട്ട് സ്തോത്രം. എൻ്റെ മെസ്സേജിന്റെ കാൽഭാഗം മാത്രമേ ആയിട്ടുള്ളൂ. സ്തോത്രം. ആമേൻ. ഈ ദൈവത്തിന്റെ ആത്മാവ് നയിക്കുന്നത് പോലെ മാത്രമേ ഞാൻ ശുശ്രൂഷിക്കാറുള്ളൂ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, സൗഖ്യം അതാത്മീയമായാലും ശാരീരികമായാലും ഇന്ന് പകൽ ചില സൗഖ്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതേത് സൗഖ്യം നിങ്ങൾക്ക് വേണമോ അത് കർത്താവിനോട് ചോദിക്കുക. ഇന്ന് പകൽ അവൻ നിങ്ങളെ സൗഖ്യമാക്കുവാൻ ശക്തനായ ദൈവം. അക്കാരങ്ങളെ ശക്തിയോടെ അടിച്ച് ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഓ ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നടിപ്പിണരാ തന്നടിപ്പിണരാ തന്നടിപ്പിണരാൽ എനിക്കു സൗഖ്യം. തന്നടിപ്പിണരാ തന്നടിപ്പിണരാ തന്നടിപ്പിണരാൽ എനിക്കു സൗഖ്യം. രോഗിക്കു വൈദ്യൻ എൻ യേശുവാണല്ലോ, ഭാവിക്കു രക്ഷകൻ എൻ യേശുവാണല്ലോ. രോഗിക്കു വൈദ്യൻ എൻ യേശുവാണല്ലോ, ഭാവിക്കു രക്ഷകൻ എൻ യേശുവാണല്ലോ. എന്റെ വൈദ്യൻ നീ എന്റെ ഔഷധം, നീ എന്റെ വൈദ്യൻ നീ എന്റെ ഔഷധം. ഓ നീ എന്റെ എല്ലാമാണല്ലോ. ഓ നീ എന്റെ വൈദ്യൻ നീ എന്റെ ഔഷധം, നീ എന്റെ വൈദ്യൻ നീ എന്റെ ഔഷധം. ഓ നീ എന്റെ ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഓ ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഓ ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നടിപ്പിണരാ തന്നടിപ്പിണരാ ഓ തന്നടിപ്പിണരാ എനിക്കു സൗഖ്യം. തന്നടിപ്പിണരാ 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 എനിക്കു സൗഖ്യം. ഓ രോഗിക്കു വൈദ്യൻ ഗിലെയാദിലുണ്ടല്ലോ, ഗിലെയാദിലെ ഔഷധ തൈലമുണ്ടല്ലോ. ഓ രോഗിക്കു വൈദ്യൻ ഗിലെയാദിലുണ്ടല്ലോ, ഓ ഗിലെയാദിലെ ഔഷധ തൈലമുണ്ടല്ലോ. ഓ യേശുവെ തോർത്താൽ അവൻ എന്നെ തോർത്താൽ, യേശുവെ തോർത്താൽ അവൻ എന്നെ തോർത്താൽ. അത്ഭുത സൗഖ്യമുണ്ട് യേശുവെ തൊട്ടാൽ, യേശുവെ തോർത്താൽ അവൻ എന്നെ തോർത്താൽ, യേശുവെ തോർത്താൽ അവൻ എന്നെ തോർത്താൽ. ഓ അത്ഭുത സൗഖ്യമുണ്ടല്ലോ. ഓ ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഓ ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഓ ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നടിപ്പിണരാ 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 എനിക്കു സൗഖ്യം. ഓ തന്നടിപ്പിണരാ 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 എനിക്കു സൗഖ്യം. ഓ തന്നടിപ്പിണരാ 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 എനിക്കതിലേ. ഓ ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഓ ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഓ ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നടിപ്പിണരാ തന്നടിപ്പിണരാ തന്നടിപ്പിണരാ
Thank you, Jesus. Hallelujah, hallelujah, hallelujah.